everyone, welcome to Kitex Day Back Presents Mummy and Me supported by Hooray Events. അപ്പോൾ നമ്മുടെ മമ്മി ആൻഡ് മീ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഇന്റർവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോയ്ക്ക് നല്ല റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോ നമ്മളിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ എടുത്തു. അപ്പോൾ അടുത്ത ഒരു മമ്മി ആൻഡ് മീ ഷോയിലേക്ക് കൊണ്ടുവരാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു അമ്മേനെയും മകനെയാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം വീണ ചേച്ചിയുടെ സ്വന്തം മകൻ ആരോമലുമാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. ഹായ് പാർവതി. എന്തൊക്കെയുണ്ട്? ഇത് നോക്ക്, രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായി. മമ്മി ആൻഡ് മീ ഷോയ്ക്ക് നിങ്ങൾ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്തു. അറ്റ്ലീസ്റ്റ് ഡ്രസ്സിലെങ്കിലും വേണ്ടേ? പിന്നില്ലേ, വേറെ ഒന്നിലും ഉണ്ടാവില്ല. സത്യം പറയട്ടെ, ഈ ഡ്രസ് ഇട്ട് വന്നപ്പോ ഇവിടം വരെ എനിക്ക് ചീത്തയായിരുന്നു. ഇവന്റെ അമ്മയ്ക്ക് വല്ല കാര്യമുണ്ട് ഇപ്പൊ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയടാ, ഇത് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ചെറിയ റീൽസ് ഒക്കെ എടുക്കുമ്പോഴേ, അപ്പൊ ഞാൻ ഷോപ്പിൽ പോയപ്പോ ഞാൻ ഒരേപോലത്തെ, അപ്പൊ ഞാൻ എടുത്ത് ഇവന് വേണ്ടി കൊണ്ട് എടുത്തു വെച്ചേ. പക്ഷെ ഇന്ന് വരെ ഇത് മേടിച്ചിട്ട് മിനിമം ഒരു 6-7 മാസമായിട്ടുണ്ടാവും, പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ. പക്ഷെ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ ഇന്ന് അങ്ങനെ അല്ല, ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരേപോലെ ഞാൻ ഇട്ടിട്ടില്ല. നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സത്യം പറ, കുഴപ്പമുണ്ടോ? അതാണ് എന്തുവാണ് കണ്ടോ, ചേച്ചിക്ക് അറിയാം കറക്റ്റ് ഷോയ്ക്ക് നിർബന്ധിച്ചിരിക്കായിരുന്നു. അതെ അതെ അതെ, ആദ്യമേ ഉടക്കായിരുന്നു പുള്ളി. ഇല്ല, അങ്ങനെ തൃപ്തിയായിട്ടില്ല, വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, അമ്മയുടെ മകന്റെ ബോണ്ടിങ് നമുക്ക് ഡ്രസ്സിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാം. എങ്കിലും എങ്കിലും എന്നൊക്കെ ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഈ ആരോമൽ എന്നല്ല, ഈ ഓമനത്തുള്ള ഈശ്വര, അതൊരു വലിയ കഥയാണ് മോളെ, ഒന്നും പറയണ്ട. ശങ്കരു, എനിക്ക് ഇത്രയും ദേഷ്യം കണ്ണന് ഈശ്വര സ്വന്തം പേര് ഇഷ്ടമല്ല ആരോമന്. അല്ലെ, എല്ലാവർക്കും അങ്ങനെ. എനിക്ക് എന്റെ പേര് ഇഷ്ടമല്ല. ബീന അതുകൊണ്ടല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോ വലുതായിന്ന് വിചാരിക്കേ, ഒരു അച്ഛനൊക്കെ ആയി എന്തേലൊക്കെ വിചാരിക്കേ, ആരോമൽ ചേട്ടൻ അല്ലെങ്കിൽ ആരോമൽ അച്ഛൻ എന്താണ്? ആരോമൽ ചേട്ടന്റെ മോനില്ലേ? അല്ല, അവന് വേറെ പേരുണ്ട്, ശങ്കുരു. അത് വീട്ടിൽ വിളിക്കണവരാ. കണ്ണൻ കുറെ പേര് വിളിക്കും, കുറെ പേര് ശങ്കരു വിളിക്കും. ഞാൻ ശങ്കരു എന്നാണ് മിക്ക. ആരോമൽ ഒരു എനിക്ക് ഓർമ്മയെങ്കിലും ഉണ്ട്, സ്കൂളിലാണ്. പക്ഷെ അവന് ഇത്രയും ഒരു നാണക്കേട്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. ലൈക്ക് ഒരു കുട്ടിപ്പ് എന്ന് പറഞ്ഞ പേരാണ്. അവന് മാറ്റണം ഇപ്പൊ. അവൻ പറയണ ഇപ്പൊ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. പപ്പയാണ് അവൻ പറയണു. ഇപ്പൊ ഐഡിയ പപ്പയുടെ ഉണ്ട് പേരിട്ട്. മനുവിന്റെ ഭയങ്കര അടമന്റെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ അല്ല. മനു തീരുമാനിച്ചു വെച്ചു, മോനാണെങ്കിൽ ആരോമൽ. ആദ്യം ചന്തു എന്ന് വിചാരിച്ചിരുന്നു വെച്ചത്. വേണ്ട, എന്തിനാണ് ആ ഡയലോഗ് ഇവിടെ? എന്തിനാണ് ഇവിടെ? ഒരു ചെറിയൊരു എന്തൊക്കെയോ പറയണ്ട ഇവൻ തൊപ്പിന്നൊക്കെ. എനിക്കൊന്നും മനസ്സിലായില്ല. അവനെപ്പോഴും പറയണത് അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവില്ല, അമ്മയൊക്കെ ഓൾഡ് ജനറേഷൻ എന്ന് പറയും. അതായത് ടോപ്പിക്കിന്ന് മാറി എന്താണ് പറഞ്ഞു പേര്. അപ്പൊ ആ പേര് അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത പേരാണ് മോളെ. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞാൽ തന്നെ അവൻ മൂടോട്ടോ. അവൻ ഇത്രയും കലി. എനിക്ക് അത് ഈ അടുത്ത കാലത്ത്, പണ്ടൊന്നും അറിയില്ലല്ലോ, വിവരമില്ലല്ലോ. അല്ല, അതിന്റെ ഏറ്റവും വലിയ ഞാൻ ഒരു പ്രശ്നം പറയട്ടെ. ഈ പേരിൽ നിന്ന് പറഞ്ഞാ എ ഉണ്ട്, ഡബിൾ എ. ഞാൻ പക്ഷെ ഇപ്പൊ എപ്പോഴും ഉപയോഗിക്കുമ്പോ എ മാത്രമേ ഓർമ്മ വിളിക്കുള്ളൂ. എനിക്ക് ഡബിൾ എ ഇഷ്ടമല്ല. ഈ ഡബിൾ എ ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും റോൾ നമ്പർ 1 ആണ് എവിടെ. അതുകൊണ്ട് ഈ എക്സാം ഒക്കെ എഴുതുമ്പോ ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണം. അത് വല്ലാത്തൊരു പിടിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അല്ല, വേറെ എന്ത് ഏത് വേണമെങ്കിൽ ഇത്രയും കാലത്ത് സ്കൂളിൽ പഠിച്ചിട്ട് റോൾ നമ്പർ 1 to 3 അനങ്ങിയിട്ടില്ല. 1, 2, 3 അതിന്റെ അവസ്ഥ. നല്ല ഓമനത്തോളുള്ള പേരാ, ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ഒരു പ്രശ്നമില്ല, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ സങ്കടം. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് അടിയായിട്ട് പറഞ്ഞ് ഇവിടെ ഒരുമിച്ച് ഡ്രസ്സൊക്കെ ഇട്ട്. ഓക്കെ, 10th റിസൾട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒന്നും പറഞ്ഞില്ല, പറയും ശങ്കര് പറ. നമുക്ക് സ്കിപ്പ് ചെയ്താലോ ഈ സെഗ്മെന്റ്? ചേച്ചി കണ്ണടച്ചിരിക്കുക, ശങ്കര് പറഞ്ഞ ഞാൻ പറയുന്നില്ല എന്നൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഫുൾ A+ ഒക്കെ ഭയങ്കരമായിട്ട്. കാരണം അവൻ എനിക്ക് പ്രോമിസ് ചെയ്തിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. പക്ഷെ
ഭയങ്കര ഉഴപ്പന. എന്നിട്ട് ഞാൻ അതിന്റെ പേരിൽ നന്നായിട്ട് എഴുതി വിചാരിച്ച് അവനെ ഞാൻ ദുബായിൽ കറക്കാൻ കൊണ്ടുപോയി, ഒക്കെ ചെയ്തു. തിരിച്ചു വന്നപ്പോ എത്ര 85% അവൻ മാക്സിമം മേടിച്ചത്. 85%. എന്ത് പറ്റി ശങ്കുരു, പഠിച്ചില്ലേ? നമുക്ക് ഈ ഒരു ചോദ്യം അങ്ങോട്ട് മാറ്റിയാലോ? ഈ ചോദ്യം വേണ്ട. ഞാൻ മൂഡ് ഔട്ട് ആവും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഏതെടുത്തു? +1 സയൻസ്. +2 ആയിപ്പോ. +2 ബോർഡ് എക്സാം ആണ് ഇപ്പോ സെക്കൻഡ്. ഇവിടെ എനിക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ അതിന്റെ ക്ഷീണം തീർക്കുന്നാണ്. ഞാൻ പക്ഷെ കാണുന്നില്ല കേട്ടോ ഒന്നും. അല്ല, അതിന്റെ ഡബിൾ ഉഴപ്പാണ് ഇപ്പോ. അല്ല ഞാൻ പഠിച്ചു തുടങ്ങി. ഓക്കെ, എനിക്കത് കേട്ടാ മതി. ഇത് തന്നെയായിരുന്നു 10th പറഞ്ഞത്. ഇല്ല, അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. അത് തലേ ദിവസം ഇരുന്ന് രാത്രി ഇരുന്ന് എന്തൊക്കെയോ അതാണ് ആ ലാസ്റ്റ് ടൈം ഇരുന്ന് പഠിച്ചിട്ട് അത്ര മാർക്ക് കിട്ടിയത്. അത് ആലോചിക്കണം. കാരണം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. നേരത്തെ പഠിച്ചു ചിലപ്പോ അത്ര കിട്ടില്ല ചേച്ചി. അത്ര കിട്ടിയത്. തന്നെ പഠിച്ചോളൂ അല്ലേ? ചേച്ചിയുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, ഒന്നും ചോദിക്കാറില്ല. അതൊക്കെ ഒരു ട്യൂഷൻ ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ മാത്സ് ഒക്കെ ഭയങ്കര ടഫാണ് അവന്. അപ്പോൾ മാത്സിന് ഇപ്പോൾ 3 സബ്ജക്ട്സിന് വെച്ചിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. 3 ഈ വർഷം ഉണ്ട്. ചേച്ചിയുടെ അച്ഛൻ ഭയങ്കര പണിഷ്മെന്റ് ആയിരുന്നു എന്നൊക്കെ ഞാൻ ചേച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേച്ചി എന്റെ അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ അപ്പച്ചൻ അങ്ങനെ എന്നെ പഠിത്തത്തിലൊന്നും ചോദിക്കും. പക്ഷെ ഞാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇതിനൊക്കെ. അതൊന്നും എനിക്ക് ആ ഒരു 5 സ്ഥാനത്തിനുള്ളിൽ പോയാ എനിക്ക് അങ്ങ് ടെൻഷനൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ ഒന്നിനും തോക്കില്ല. തോൽവി പഠിപ്പിയായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് അതെ, ഞാൻ പഠിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോഴ്സ് അങ്ങനെ എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഒന്നും പറയേണ്ടത് ആവശ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ ഇരുന്നു പരീക്ഷ എന്നൊക്കെ പറഞ്ഞ അങ്ങ് പിന്നെ പെണ്ണിക്കുന്ന കുറെ കൂടി ആൺകുട്ടികൾ കുറച്ചും കൂടി ഇതായിരിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ കുറച്ചും കൂടി അല്ലേ. അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് 3 പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആൺകുട്ടികളുടെ സംഭവങ്ങൾ അറിയില്ലായിരുന്നു. ഇതുങ്ങളെ ഉണ്ടായപ്പോഴല്ലേ അറിയണത്. എല്ലാത്തിനും ആണ് വന്നപ്പോഴാണ് മനസ്സിലായത്. ഈശ്വര, എന്തൊരു പാടാ നിങ്ങളെ കൃതി പഠിപ്പിക്കാൻ. എന്റെ പൊന്നു മോളെ, അതൊരു യുദ്ധക്കളമാണ് അവിടെ നടക്കുന്നത്. പണിഷ്മെന്റ് അല്ല, എനിക്കൊക്കെ ദേഷ്യം ഒരു പിച്ചൊക്കെ കൊടുക്കും. പിന്നെ നല്ലത് കിട്ടില്ലല്ലോ ഇപ്പൊ. അവരെ തൊടാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ. പണ്ടൊക്കെ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഈ പഴയ കഥ എന്ന് പറയാം, അതുപോലെ തന്നെയാണോ ബീൻ ചേച്ചി? ഞങ്ങള് പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയുണ്ട്. അത് 2 പേർക്കും ഉണ്ട്. അല്ല, എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാ. വെള്ളത്തിൽ കൂടി ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. വെള്ളത്തിലോ? നീന്തി പോടാ. നീ ഏത് പാടായിരുന്നു പണ്ട്. ചെക്ക അവിടെ നിന്ന് വെറുതെ എന്തൊക്കെയോ. ആരാണ് കൂടുതൽ സ്ട്രിക്റ്റ്? ആരാ, അച്ഛനാണോ അമ്മയാണോ? അല്ല, വേറൊരു കാര്യമുണ്ട്. ഇവര് അച്ഛനും മോനും ഉണ്ടല്ലോ, പപ്പ ഭയങ്കര എന്താ വെച്ചിട്ട് വെറുതെ ഡയലോഗ് അടിക്കല് മാത്രമേ ഉള്ളൂ, ഒരു സ്ട്രിക്റ്റും അല്ല. അതുകൊണ്ട് അറിയാമോ, ഇവൻ അതെല്ലാം മുതലെടുക്കും. മനസ്സിലായില്ലേ? അല്ല, ഒരാളെന്ന് വെച്ചാ ഈ പപ്പയ്ക്കെന്ന് വെച്ചാൽ പപ്പയുടെ ചെറുപ്പകാലത്ത് ഒരുപാട് പുള്ളിയുടെ അച്ഛൻ ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. മീൻസ് മിലിറ്ററിയാണ്, എക്സ് മിലിറ്ററിയാണ് ഡാഡി. അപ്പൊ ഭയങ്കര അടി എന്ന് വെച്ചാൽ പുള്ളി അടിയുടെ പേര് മരത്തിലൊക്കെ കെട്ടിയിട്ട് അടിക്കുക. പുള്ളിക്ക് ഒരുപാട് അല്ല, അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും. ഭയങ്കര അടി കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും എന്റെ ഫാദറും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ ഇത്ര ഇല്ല. ഇതിന് മനുവിന്റെ ഡാഡിയുടെ അത്ര എന്റെ അപ്പച്ചൻ സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെയൊക്കെ രാവിലെ വരെയൊക്കെ ഞാൻ മുട്ടിൽ നിന്നിട്ടുണ്ട്, അനങ്ങാൻ പറ്റാതെ. അപ്പച്ചനൊക്കെ കിടന്നുറങ്ങുമ്പോൾ നമ്മളിങ്ങനെ മുട്ടിൽ ഇങ്ങനെ നിൽക്കണം. അതും ഭയങ്കര റഫായിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ മുട്ട് കിട്ടി. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക്. പക്ഷെ മനുവിനെന്ന് വെച്ചാൽ വെളിയിലൊക്കെ മരത്തിലൊക്കെ കെട്ടിയിട്ടൊക്കെ അടിച്ച് ഡ്രസ്സൊക്കെ ഊരിപ്പോയാലും അങ്ങനെയൊക്കെ ഭയങ്കര അടിയായിരുന്നു എന്ന്. അപ്പൊ അത് കാരണം പുള്ളി എന്ത് ഇവന് ഒരുപാട് കുറെ എൻ്റെ മോന് അങ്ങനെ ഞാൻ അത്ര സ്ട്രിക്റ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ഇവിടെ ഇത് കൊടുക്കും. അപ്പൊ ഇവൻ അതെല്ലാം മുതലെടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഒരാളെങ്കിലും ഞാനെങ്കിൽ ഇത്തിരി. പക്ഷെ ഇവന് നിനക്ക് എന്തെങ്കിലും ഒരു പെർമിഷൻ തരാതിരിക്കാറുണ്ടോ? എന്തിനും അവൻ പോവും. എല്ലാത്തിനും അവൻ പോവും. പക്ഷെ എന്നിട്ട് നമ്മളിപ്പോ പോയിട്ട് ഒരു 10 മണിക്ക് വരുന്ന പറഞ്ഞാൽ അവൻ വൈകുന്നേരം 5 മണിക്ക് വരും.
അതാണ് അവൻ. അപ്പൊ നമുക്ക് ദേഷ്യം പിടിക്കില്ലേ? കുറച്ച് ലേറ്റ് 10 മണി പറഞ്ഞ 5 മണിക്കാണോ? അല്ല, അത് ചുമ്മാ അത് ഇങ്ങനെ എഴുതിയില്ലേ പറഞ്ഞ കൂട്ടത്തിൽ സമയം കൊടുക്കും. സത്യം പറയാം, എന്തെങ്കിലും നീ കറക്റ്റ് ടൈം അല്ല, പക്ഷെ ഒരു 1-2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടില്ല, അങ്ങോട്ട് അപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കും അല്ലെ. നമ്മൾ എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ടൈം എപ്പോ നോക്കിയാലും അങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഒന്നാമത്തെ എനിക്ക് ദേഷ്യം ഇത്തിരി കൂടുതലാണ്. ഇപ്പൊ കുറച്ച് ദേഷ്യം കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവൻ ഒന്നും കൂടി എന്നെ ഭ്രാന്താക്കും. പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ ഞങ്ങള് റീൽസ് എടുക്കും, അപ്പൊ തന്നെ റീൽസ് എടുക്കും ഞങ്ങള്. അതൊക്കെ അപ്പൊ തന്നെ മാറും. കാരണം അവന് വേറൊരു വഴിയില്ലല്ലോ, അവന് തിന്നാൻ ഉണ്ടാക്കി കൊടുക്കണം ഞാന്. ഫുഡ് വേണമല്ലോ, ഫുഡ് അടിക്കണമല്ലോ. അപ്പൊ അതൊക്കെ പിന്നെ ഞാൻ വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ വാശിയൊക്കെ ഉണ്ടോ? കിണ്ടി അവനൊന്നുമില്ല, അവനൊന്നുമില്ല, അതൊന്നുമില്ല. കുറച്ചു നേരം കുറെ വാവളിച്ച് ഇങ്ങനെ കരയൊക്കെ ചെയ്യും, അതോടെ നിർത്തും. കരയൊന്നുമില്ല, ഒക്കെ പോവാണെങ്കിലേ ഉള്ളൂ. ഒന്നുമില്ല, ഭയങ്കര അഭിനയമൊക്കെ അഭിനയിച്ചോളി കരഞ്ഞ്. അഭിനയം കാണുമ്പോ നമുക്കറിയൂലേ, എന്റെ എല്ലാം മോനെ അറിയാലോ എന്റെ അഭിനയം. അതൊന്നും കാണും ഇപ്പൊ നമുക്ക് ഒരു സങ്കടവും വരുന്നില്ല, സത്യം പറഞ്ഞു. ഓ പിന്നെ ഇവന്റെ കരച്ചിലുണ്ട്, ഞാനങ്ങ് സെന്റിമെന്റ്സ് അടിക്കാൻ പോണല്ലേ. ചേച്ചി കൊറേ കുക്കറി ഷോസ് ഒക്കെ ഒരുപാട് സാറ്റലൈറ്റ് ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അത് യൂട്യൂബൊക്കെ നോക്കിട്ട് ഫുൾ യൂട്യൂബുകള് റീൽസിൽ ഇങ്ങനെ കാണും. അപ്പൊ ഓരോന്നൊക്കെ അയച്ചു തരും. എന്നിട്ട് ഇത് നോക്കിയടാ, നാളെ ഞാൻ നിനക്ക് സ്കൂളിൽ പോകുമ്പോ ഇത് ഉണ്ടാക്കി തരും. അങ്ങനെ കൊറേയൊക്കെ പരീക്ഷിക്കും, കൊറേ സാധനങ്ങളൊക്കെ. എന്താ അമ്മ ഉണ്ടാക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? അങ്ങനെയില്ല, ഇപ്പൊ എന്നാലും എപ്പോഴും ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ നീ എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകുമ്പോ എല്ലാരും ഭയങ്കര ബ്രെഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ട്, അതിനേക്കാളും കൂടുതൽ ഹൈലൈറ്റ് പറഞ്ഞ വേറെ സാധനം ഉണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു, ജാപ്പനീസ് ടൈപ്പ്, എന്താ ജപ്പാൻ ചിക്കനാ, ചേച്ചി കേരളത്തിലൊന്നല്ല, അല്ല കൊറേയൊക്കെ പരീക്ഷിക്കും ഞാൻ. ജപ്പാൻ ചിക്കൻ നമ്മുടെ അത് വന്നിട്ട് അല്ല, അതല്ല സ്കൂളില് ഫ്രൈഡ് റൈസ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക, എഗ് ഫ്രൈഡ് റൈസ്. അപ്പൊ ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ ചോദിക്കും ഇങ്ങനെ, ഇപ്പൊ ഏതുകൊണ്ടോ പുറത്തുനിന്ന് മേടിച്ചാൽ അമ്മ ഉണ്ടാക്കി. അതൊക്കെ ഭയങ്കര അവന് ഇഷ്ടമാണെന്ന് പറയും. നല്ല ആളെ ട്രൈ ചെയ്യാറുണ്ടോ ഇവനോ? എന്താ ചോദിച്ചത്, ഉണ്ടാക്കാറുണ്ടോന്നോ? അവനൊരു ചായ കുടിച്ച ഗ്ലാസ് ഇത് ഇങ്ങനെ എടുത്ത് വെക്കാന്നല്ലാതെ അതെടുത്തൊന്നും അപ്പുറത്തേക്ക് എന്റെ പൊന്നുമോൻ വെക്കത്തില്ല. അയ്യോ, കാരണം ഫുൾ ടൈം ഇതിൽ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കും. ഞാൻ എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ അതിങ്ങനെ വെച്ച് തിന്നും, അവിടെ തന്നെ ഇങ്ങനെ വെക്കും. ആ ടേബിളിന്റെ അപ്പുറത്തേക്ക് എടുത്ത് വെക്കില്ല. പാത്രം കഴുകും പറഞ്ഞ്. ആര്, നീയോ? എന്റെ കണ്ണ, എന്തിനാ കണ്ണ ഇങ്ങനെ നോണ പറയാ? ഞാൻ കഴുകാറുണ്ട്. എന്ന്? ഞാൻ കഴുകാറില്ലേ. ഏത് കഴുകാറുണ്ട്? ഇന്ന ഡേറ്റ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു. അല്ല, നീ എന്തെങ്കിലും ഒരു ദിവസം ചായ കുടിച്ച ഗ്ലാസ് കഴുകും. ഇന്നും കൂടെ ഞാൻ രാവിലെ ചീത്ത പറഞ്ഞേടാ, ആ ചായ കുടിച്ച ഗ്ലാസ് ഒന്നെടുത്ത ടേബിളിലേക്ക് വെച്ചു. അതൊന്നും മനു പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമൊക്കെ പറഞ്ഞാലൊക്കെ. എനിക്കിപ്പോൾ ഇന്നലെ കൈ മുറിഞ്ഞു, 2 സ്ഥലത്ത് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നെറ്റിലായിരുന്നു. 2 ദിവസമായപ്പോഴേക്കും എനിക്കിങ്ങനെ പൊറുക്കാതായപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, മനു ഞാൻ എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് ഒന്ന് കഴുകി വെച്ചേക്കണം. മനു ഇന്നലെ രാത്രി വന്നിട്ട് പുള്ളി പിന്നെ സൗകര്യത്തിലൊക്കെ വരുള്ളൂ, എന്നാലും വന്നിട്ട് എല്ലാം കഴുകിയൊക്കെ വന്ന് പറഞ്ഞാൽ ചെയ്യും. അല്ലാണ്ട് 2 എണ്ണം ഒരു രക്ഷയില്ല. ഞാൻ കഴുകാറൊക്കെ ഉണ്ട്. കണ്ണാന്തിനാണ് നോണ പറയണ, എന്തിനാ കണ്ണ ഉള്ള കാര്യം പറഞ്ഞ പോലെ. ഇന്ന് വരെ കണ്ടിട്ടില്ല ഞാൻ. എന്റെ പൊന്നു പോലെ ഒരു കുടിച്ച ചായ ഗ്ലാസ് അങ്ങനെ തന്നെ ടേബിളിൽ കൊണ്ട് ഇന്ന് മുതൽ. അപ്പൊ ഇനി ഞാൻ കഴുകൂലട്ടാ, ഞാൻ അവിടെ വെക്കത്തേ ഉള്ളൂ. അതെ, അറ്റ്ലീസ്റ്റ് ഒന്ന് എടുത്ത് ടേബിളിൽ നിന്ന് അങ്ങോട്ട് അല്ല താഴ്ത്തുന്നിടത്ത് മാറ്റിയെങ്കിലും വെച്ചാൽ മതി. വെച്ചോളാം. ഞാൻ വേറെ കാര്യം പറയട്ടെ മോളെ, എനിക്ക് പെൺകുട്ടികളില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഇവനൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ എന്നെ, അല്ലേ? അമ്മയെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടേ? അത്യാവശ്യം ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ, നമുക്ക് വീട്ടിൽ എന്തെങ്കിലും. ആൺകുട്ടികൾ അങ്ങനെയാണ്, അങ്ങനെ ഇതൊക്കെ എന്തെന്നറിയാമോ, സ്നേഹം വേണം അമ്മമാരോട്, മനസ്സിലായില്ലേ? പാവം എൻ്റെ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നു, എന്തെങ്കിലും അതൊരു ആ സാധനം ഇതുങ്ങൾക്കൊന്നും ഇല്ല. ഇവർക്കൊക്കെ കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അത് തിന്നുക,
പോവുക, അമ്മ ഇത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സെർവന്റിനെ പോലെ അവരെല്ലാം പരിചരിച്ച് നിൽക്കുക. അല്ലാണ്ട് തിരിച്ചതൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു ഇവിടെ അല്ല, നാളെ പഠിക്കാനൊക്കെ പോകുമ്പോഴേ ഇനി പ്ലസ് ടു കഴിഞ്ഞ് ദൂരെ വല്ലതും പഠിക്കാൻ പോയി നിൽക്കുമ്പോഴൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് അതെ. അത് മാത്രമല്ല, ഇനിയിപ്പോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, വെളിയിലൊക്കെയാണ് ഈ പോയിട്ട് പിന്നെ പഠിക്കാനൊക്കെ പോകുന്നത്. അപ്പൊ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കണ്ടേ. അറിയാട്ടോ. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് ഞാൻ ചായ ഉണ്ടാക്കാറുണ്ടല്ലോ. ചായയല്ല പിന്നെ പാല് തിളപ്പിക്കും. പാല് ഇത്തിരി കാച്ചി കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഒരു പ്രാവശ്യം. ദോശ നീ ചപ്പാത്തി ചൂടാക്കും വേണമെങ്കിൽ. പിന്നെ മറ്റേ മാഗി നൂഡിൽസ് ഉണ്ടാക്കും. എന്താണ് അതിനൊക്കെ എന്താ പണ്ട് ചേച്ചി ഇത്രയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി. ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കുന്ന ഭഗവാനെ. ഇപ്പൊ ജിജി ആന്റി ഒന്നും അല്ല, എല്ലാം നീയാണ് ചെയ്യാൻ. ജിജി ആന്റി ഞാൻ ചെയ്യാറുണ്ടല്ലോ. മാഗി നമുക്ക് അടുത്തേലോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം സ്കിപ്പ് അടിക്കേണ്ടി വരും. അതെ. ഒരു സാധനത്തിന് അല്ല ഞാൻ പറയണത് ഇതൊക്കെ ഇല്ല. ഇവന്റെ കല്യാണം കഴിച്ച് ഇവന്റെ പെണ്ണുമ്പിള്ള വരുമ്പോ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. അന്ന് ഞാനൊന്ന് നോക്കും, ഇതൊക്കെ വല്ലതും ചെയ്യുന്നുണ്ടോ. ഞാൻ അങ്ങനെ ഇരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട്. ഇപ്പോഴും എനിക്ക് അമ്മയുണ്ടല്ലോ. അവിടെ പോവാ ഞാൻ. അപ്പോഴും നിനക്ക് ഞാന് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ വിളിക്കാം നിന്നെ. പണ്ടത്തെ പോലെ അല്ല, എല്ലാരും ഈക്വൽ ആയിട്ട് ജോലി ചെയ്തു. ആര് കുക്ക് ചെയ്യണമെങ്കിൽ ഭർത്താവ് മാത്രം അങ്ങനെയൊക്കെ ചെയ്യും. ചെയ്യണം. ചെയ്തോളൂ ചേച്ചി. ഒറ്റയ്ക്ക് പോയി നിക്കുമ്പോ ആള് ചെയ്ത് തുടങ്ങിക്കോളും. ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ഇപ്പൊ യൂട്യൂബ് ചാനല് മനൂസ് വിഷനിലൊക്കെ ഭയങ്കര എനിക്ക് നമ്മളല്ലേ മനൂസ് വിഷൻ വേറെ, തസ്നീം വ്ലോഗ്സ് വേറെ, ഇവിടെ അച്ഛനും മോനും വേറെ, ഞാനും തസ്നിയാനും വേറെ. അവര് വലിയ മറ്റേ ഇതിനെ പറ്റിയൊക്കെ ബിഗ് ബോസിനെ പറ്റി റിവ്യൂ എന്തൊക്കെയോ. ഞങ്ങള് ദുബായി പോയപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ഓബിയസ്ലി നമ്മള് ചെല്ലുമ്പോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ലുലുമോളിൽ ഞാൻ പറയാം. അല്ല, അമ്മ ഇങ്ങനെ പോവാ ലുലുമോളിൽ. ഞങ്ങള് വാച്ച് മേടിക്കാൻ വേണ്ടി ആ ഇലക്ട്രോണിക്സിന്റെ അവിടെ മറ്റേ ദുബായില്. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പോവാ പുറത്തേക്ക്. അപ്പൊ അപ്പോഴേക്കും അമ്മയും അങ്ങോട്ട് പോവാ, വെറുതെ നടക്കുക. ഞാനും ആമലേട്ടനും കൂടി ഇങ്ങനെ പോവാണ്. അപ്പൊ കുറച്ചു പേര് ഇങ്ങനെ വന്നു. ഞാൻ മാസ്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ. അവരൊക്കെ പോട്ടെ, അവരൊക്കെ ആരാ? മനൂസ്. ഒരാളങ്ങനെ പറഞ്ഞു ലൈഫിൽ ഒരു പ്രാവശ്യം. അമ്മയുടെ എക്സ്പ്രഷൻ കാണുന്നു. അതല്ല, അങ്ങനെ ഒരാൾ തിരിച്ചറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. കാരണം പിന്നെ ഞാനപ്പോ എന്റെ ദൈവമോ അങ്കുരുവിനൊക്കെ ഫാൻസോ, അപ്പൊ ഒന്ന് ഫോട്ടോ എടുക്കണു. ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ട് അച്ഛനും മോനും ഭയങ്കര എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫാൻസിനൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് എവിടെ ചെല്ലുമ്പോഴും. എനിക്കൊന്ന് ചേച്ചിനെ അതിൽ നിന്ന് ഇവര് നൈസായിട്ട് പുറത്താക്കി. അപ്പൊ ചേച്ചി വേറെ പോയി അവിടെ സൈഡില്. അങ്ങനെയല്ല, തുടങ്ങിയത് ഫസ്റ്റ് ഞാനാണ്. ഞാൻ കുറെ കാല് പിടിച്ചു. മനു പൊതുവെ എല്ലാം ഭയങ്കര ലേസിയാണ്, മടിയനാണ് എല്ലാത്തിനും. എന്ത് പറഞ്ഞ ആട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ആലോചനയിലായിരിക്കും. മറ്റേ കരിക്കില് മറ്റേ ജോർജ് പോലെ അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാ, ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ, അവിടെ പോയിട്ട് അതെല്ലാം പുള്ളിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് വരും കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനും തെസ്നി ഒരു ദിവസം വിളിച്ചിട്ടുണ്ട്. തെസ്നി നമുക്ക് തുടങ്ങാടി എന്ന് പറഞ്ഞോട്ട് ഞങ്ങൾ ഒരു പിറ്റേ ദിവസം തുടങ്ങുകയാണ്. അങ്ങോട്ട് തെസ്മീൻ ഇവൻ ക്യാമറമാൻ, ഇവൻ ഞങ്ങളുടെ ക്യാമറമാനായിരുന്നു. ക്യാമറമാൻ ഞാൻ തെസ്നി കൂടെ എന്തൊക്കെ ഒന്നും അറിയില്ല, വെറുതെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്തു. അതായത് ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഞങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു. ഇവന്റെ ഒരു അറിവ് വെച്ചിട്ട് അവനെടുത്ത് തന്നു. അതെ, നല്ലതൊക്കെ പറയട്ടെ. അപ്പൊ അവൻ ഞങ്ങൾക്ക് എടുത്ത്, ഞങ്ങളുടെ ക്യാമറമാനൊക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് എടുത്തു തന്നു കുറെ. ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ മനുവിന് അങ്ങോട്ട് ആവേശം കയറിയില്ലേ, ഞങ്ങൾക്ക് മറ്റേ പലവരൊക്കെ പറയാൻ തുടങ്ങി, മനോജായിട്ട് തുടങ്ങി കഴിഞ്ഞ ഒരു സംഭവമാണ്, ഹോളിയാണ്. അപ്പൊ അങ്ങനെ ആ സമയത്തായിരുന്നു ബിഗ് ബോസ് സെക്കൻഡ് സീസൺ തുടങ്ങാൻ പോണതിന്റെ അനൗൺസ്മെന്റ് ആൾക്കാരെയൊക്കെ പറയുന്ന സമയമായിരുന്നു. അപ്പോഴേക്കും ഞാൻ തുടങ്ങുവാണ് ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങി. അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളിയുടെ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങുന്ന ബിഗ് ബോസിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ റിവ്യൂ. അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇന്ന് പറയാം. അല്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യം അല്ല, വീട്ടിലിരുന്ന് നല്ല AC ഒക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട് ഭയങ്കര സംഭവം പറയാം. അല്ലാതെ പിന്നെ അല്ലെങ്കിൽ ഞാൻ പിന്നെ റിക്വസ്റ്റ് ചെയ്ത്, മനു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട്, അപ്പൊ എന്റെ കൂടെ ഒന്ന് വരുമോ ഹെൽപ്പിന്, എനിക്ക് വല്ല ഗുണം ഉണ്ടാവോ? അല്ല അവിടെ ഇതെടുക്കാം. എന്നാ ഞാൻ വരാം.
ഗുണമുണ്ടോന്ന് ചോദിച്ചാ എന്റെയും കൂടി യൂട്യൂബിൽ അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരാം. അല്ലാണ്ട് പുള്ളിക്ക് ഞങ്ങളൊക്കെ വെളിയിൽ എല്ലാം ഞങ്ങളൊന്നും സുഖിച്ചു നിന്നിട്ടൊന്നും ഒരു വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ അലർന്ന് നടന്ന്, പക്ഷെ ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തിട്ടാ. കുറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂർ ഡേയ്സ് പോയി, അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറെ പേര് ഞങ്ങൾക്ക് കുറെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾക്ക് ദുബായിക്കൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അവരൊക്കെ അക്ബർ ട്രാവൽസ് ആയിരുന്നു ഞങ്ങൾക്ക് എടുത്തു തന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുറെ ഗുണം ഉണ്ടായിരുന്നു. എനിക്ക് ദുബായി പോകാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് പുറത്തു പോയതപ്പോഴാണ്. അപ്പൊ ഞാൻ വേണം. അതിനൊക്കെ അല്ലെങ്കിലും ഇവന് ഗുണം എന്നെ കൊണ്ടുള്ളൂ, എക്സ്പീരിയൻസ് കൊണ്ടുള്ളൂ. ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ. അതിനെ കുറിച്ച് നമുക്കിവിടെ ടോപ്പിക് വേണ്ട, ചർച്ച വേണ്ട. എല്ലാ ടോപ്പിക്കും സ്കിപ്പ് അടിച്ചു. അതെ അതെ അതെ, ഞങ്ങള് നല്ല ഹെൽപ്പ് ചെയ്യും. അവിടെ നിന്നൊന്നും കിട്ടാറില്ല. അല്ല, ഞങ്ങളുടെ ഇപ്പൊ അവൻ ഹെൽപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങള് പക്ഷെ അത്യാവശ്യം നല്ല ഇവന് നല്ല ഇതൊക്കെ കൊടുക്കുമായിരുന്നു. മോനല്ലേ എന്നുള്ള വിചാരത്തിൽ ഞാനങ്ങോട്ട്. ബിഗ് ബോസ് ഫുള്ള് സ്ഥിരം. ഞാനും കാണും, എനിക്ക് ഇഷ്ടം. വേറെ സാറ്റർഡേ സൺഡേസ് ഉള്ളു കൂടുതലും കേട്ടോ. പിന്നത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഷൂട്ടിങ് പറ്റില്ല. മനു ഫുൾ ടൈം, കാരണം മനു റിവ്യൂ ചെയ്യണമല്ലോ, അതുകൊണ്ട് മനു നല്ലോണം കാണുന്നത്. ഈ സീസണിൽ ആരുടെ ഫാനാ? ആരുടെ ഫാനല്ല, ആരുമില്ല. കേക്കട്ടെ ഒരു ബിഗ് ബോസ് റിവ്യൂ ഇപ്പൊ കേൾക്കട്ടെ. ഇപ്പൊ നിലവില് എനിക്ക് ആരുമില്ല. അങ്ങനെ പിന്നെങ്കിലും കുറച്ചൊരു ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് മാരാറ് ഇഷ്ടമാണ്, റനീഷ ഇഷ്ടമാണ്. ഈ രണ്ടുപേരെയാണ് കുഴപ്പമില്ലാതെ പ്ലേ അവരെ രണ്ടുപേരാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഫാൻസും അങ്ങനെയൊന്നുമില്ല, ഉള്ളതില് അവർ രണ്ടുപേരുമാണ് ഒരു സപ്പോർട്ട് ചെയ്യുന്നത് മെന്റലി. ശരിക്കും കാണുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതായിരുന്നു ബിഗ് ബോസിലെ? ഫസ്റ്റ് സീസൺ. അതാണ് ശരിക്കും ബിഗ് ബോസിന്റെ പ്രൈം. അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു നിലവാരം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല, അതിന്റെ ഒരു അങ്ങനെ കവച്ചു വെക്കാൻ ഒരു സീസൺ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ചിലതിലൊക്കെ ഞാൻ കണ്ടപ്പോ ആരോമില് ഭയങ്കര ബുദ്ധിപരമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ചേച്ചി, ആധികാരികമായിട്ട്. അല്ല, അത് ആ സമയത്ത് ആയിരുന്നു ശരിക്കും കാണുമായിരുന്നു. ഇപ്പൊ അധികം കാണാം. ഇപ്പൊ നല്ല ബുദ്ധിയായിരുന്നു ശങ്കുരുവിന്, ഇപ്പൊ ഇല്ല. അല്ലല്ല, അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതൊക്കെ ഇട്ട് നമുക്ക് അനലൈസ് ചെയ്ത് ആ ഒരു ഇതാക്കി എടുക്കുന്നു. ഇപ്പൊ സത്യം പറയും ഇവൻ കാണാറില്ല, അതാണ് സത്യം. ഇവൻ ഫുൾ ടൈം മൊബൈലിലാണ്, ഭയങ്കര മൊബൈൽ ക്രേസ് ആണ്. അതില് ചേച്ചി സ്ട്രിക്റ്റ് ആയിട്ടുണ്ടോ? പറ്റുന്നില്ല, പക്ഷെ ഞാൻ കുറെ നോക്കുന്നുണ്ട്, പക്ഷെ അവൻ ഞാൻ പറയുന്നില്ല. സ്കൂൾ കഴിഞ്ഞ് വന്ന് ട്യൂഷൻ പോയി, ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുറച്ചു നേരം വല്ല ഹോംവർക്ക് അതെല്ലാം ഉണ്ടെങ്കിൽ അത് ചെയ്യാറുണ്ടല്ലോ. ഇതെന്താ കണ്ടോ, വെറുതെ അടിച്ചുവിടണ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ വല്ല കാലത്ത് സംഭവിക്കണതൊക്കെ. ബാക്കി ഫുൾ ടൈം ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തെന്നറിയാമോ, പൊതുവെ ഞാൻ പറയാം, കണ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര നല്ല ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷെ ഈ മൊബൈൽ ക്രേസ് വരുമ്പോ ഉണ്ടല്ലോ, എല്ലാം അതിലങ്ങോട്ട് പെട്ടുപോകണം. നന്നായിട്ട് പാടും, നന്നായിട്ട് വരയ്ക്കും, അത്യാവശ്യം നന്നായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളവനാണ്. അവന് അഭിനയിച്ച് അവന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അതൊക്കെ പിന്നെ പോട്ടെ, നമുക്ക് തലവര പോലെയൊക്കെ ഉള്ളൂ, ഞാൻ അതിൽ പോകുന്നില്ല. പക്ഷേ ഒന്നിനും അതിനു വേണ്ടിയിട്ട് മെനക്കെടുന്നില്ല. അവൻ അതെല്ലാം മാറ്റിവെക്കും. ഞാൻ എന്തോരം പറയുന്നറിയാം, പാട്ട് നന്നായിട്ട് പാടാനറിയാം. ഒന്ന് പാട്ട് പഠിക്കാൻ ആളെ ഏൽപ്പിച്ചു. അവൻ ആളെ ഏൽപ്പിച്ചത് പണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു. നിനക്കിഷ്ടമല്ല? അവനവിടെ ഇരുന്നിട്ട് സരിഗമ 4-5-6 മാസം സരിഗമ ഇങ്ങനെ ടീച്ചർ തന്നെ പ്രാന്തായി. ഈ സായിന്ന് അപ്പുറത്തേക്ക് പോകണ്ടേ ഇവന്റെ. ഇവനിങ്ങനെ പഠിക്കുമ്പോ അപ്പുറത്തെ പിള്ളേര് കളിക്കുന്ന ശബ്ദമാണല്ലോ, ഇവൻ അവിടെ അവിടെ വിചാരം ഈ സാ അങ്ങോട്ട് പോണില്ല. പിന്നെ അവര് പറഞ്ഞു ആ സാധനമൊക്കെ എടുത്ത്, എന്റെ പൊന്ന് പാരന്റ്സ് ആരോമൽ സായിന്ന് അപ്പുറത്തേക്ക് പോണില്ല, അതോടെ നിർത്തിക്കോ. എനിക്ക് ക്ലാസിക്കലൊന്നും പറ്റൂല. എന്തെങ്കിലും ആവട്ടെ, കഴിവ് കുറച്ചുണ്ട്. കഴിവുകളൊക്കെ ഉണ്ടായിട്ടാണെങ്കിൽ അച്ഛന്റെ ഒരു മടി ചെറുതായിട്ട് ആ സൈഡിൽ നല്ലോണം. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം എന്റെ ആ ഒരു എനിക്കൊക്കെ ഒരു പേടിയും ഭയങ്കര ഇതൊന്നല്ല, എനിക്കൊരു പേടിയൊക്കെയാണ് എല്ലാത്തിനും. അയ്യോ പഠിച്ചില്ലെങ്കിൽ നമ്മള് അങ്ങനെ ആ ഒരു സാധനം കിട്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ, എന്നെക്കാളും മടിയാ. അത് രണ്ടും രണ്ട് മടിയന്മാരുടെ പാവം. അയ്യോ എന്റെ പൊന്നെ. ഓക്കെ, ഇനിയിപ്പോ സിനിമ അഭിനയത്തിനോടൊക്കെ ഇഷ്ടമുണ്ടോ ആൾക്ക്? ശരിക്കും അതൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ട് അല്ലേ? അല്ല, ഇഷ്ടമൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്പൊ പഠനമല്ലേ, പഠിക്കട്ടെ. ഞാൻ വിചാരിച്ചു എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ വേണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്.
നന്നായിട്ട് പഠിക്കണം എന്ന് ഭയങ്കര എനിക്ക്, കാരണം ഞാനൊക്കെ പ്രീ ഡിഗ്രി വെച്ചിട്ട് എല്ലാം നിർത്തി പോകുന്ന ആളാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇപ്പം അതിൽ. അപ്പം ഞാൻ വെച്ചാൽ അങ്ങനെ വേണ്ട. യെസ്, എനിക്ക് പഠനം എനിക്ക് നന്നായിട്ട് അവൻ്റെ കയ്യിലൊരു ഒരു എന്താ പറയുക, നന്നായിട്ട് ആ എഡ്യൂക്കേഷൻ്റെ രീതിയിൽ മാക്സിമം അവൻ എത്ര ചെയ്യാൻ പറ്റുമോ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ അവൻ്റെ കൂടെയുണ്ട്. പക്ഷെ അവൻ എന്താണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ എന്താണ് ആൾ ആഗ്രഹം പറയുന്നത്? എന്തെങ്കിലും ആവണം എന്നൊക്കെ എപ്പോഴും ഞാൻ ചോദിക്കും, എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അയ്യോ, അത് ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു. റീസെന്റ് ഇപ്പൊ റീല് ഞാൻ കണ്ടായിരുന്നു, ഫ്യൂച്ചർ പ്ലാൻ. ഈ കോണ്ടന്റ് ഒക്കെ എങ്ങനെ വരുന്നു ചേച്ചി? ഞാൻ പറയാം, ഇത് ഈ പറഞ്ഞ പോലെ വഴക്കിട്ടിരിക്കുവായിരുന്നു. അപ്പൊ നല്ല മുട്ട വഴക്ക് ഞങ്ങൾ വഴക്കിട്ടിരിക്കുവായിരുന്നു. എന്താ ഞാൻ മറ്റേ ലേറ്റ് ആയോ? ലേറ്റ് ആയല്ലോ. അതെ, ട്യൂഷൻ ക്ലാസ്സിൽ ലേറ്റ് ആയി നോണയൊക്കെ പറയുമോ? അല്ലല്ല, ട്യൂഷൻ കഴിഞ്ഞ് വരാൻ ലേറ്റ് ആയി. അപ്പോഴേക്കും അതൊരു നോണയൊക്കെ പറഞ്ഞിട്ട് 5 മണിക്ക് 7 മണിക്ക് തീർന്നത് ഇവനെ അവരുടെ 8:30 മണി 1.5 മണിക്കൂർ വഴിയിൽ വർത്താനം പറഞ്ഞു. അപ്പൊ അതൊക്കെ പറഞ്ഞ് ചീറ്റയൊക്കെ കിട്ടിയിരിക്കുക. അത് ചുമ്മാ വെറുതെ സംസാരിച്ചൊക്കെ അങ്ങനെ പോയി. അപ്പൊ നല്ല വഴക്കിട്ടിരിക്കുവായിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് അമ്മ വന്നിട്ട് ഒരു റീലെടുത്താലോ, വഴക്കിട്ടിരുന്ന് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഇവൻ പറയണൊക്കെ തന്നെ എന്ത് റീല്? ഞാൻ ഇങ്ങനെ റീലെടുക്കാൻ പറഞ്ഞോ, ഞാൻ റെഡി ആയിട്ടിരിക്കുക. എന്ത് റീല്? ഒരു ഫ്യൂച്ചർ പ്ലാൻ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ. രശ്മി ചെയ്ത സാധനമാണ് ആക്ച്വലി. രശ്മി കോമഡി ഒക്കെ ചെയ്യുന്ന രശ്മി അറിയില്ല. അവളിതൊരു 2 ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്, എവിടെ കണ്ടിരുന്നു. പക്ഷെ അത് ഞാനത് എൻ്റെ രീതിയിലേക്ക് ആക്കിയിട്ട് എൻ്റെ വോയിസിൽ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് കയറ്റിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ വലിയ ഇതാവുന്നൊന്നും വിചാരിച്ചില്ല. എനിക്ക് വലിയ കോമഡി ആയിട്ട് തോന്നിയില്ല, സത്യം പറയാം. ആ ഒരു പുച്ഛ മുഖത്തുണ്ടായിരുന്നു. ഇന്ന് ഉച്ചക്ക് ഇപ്പൊ ഞാൻ വരുമ്പോ സോന എന്നെ വിളിച്ചിട്ട്, സോന ചിരിയോടി, സോന നായരില്ലേ, അവൾ എന്റെ ചേച്ചിയെ ആ പൂച്ചർ പ്ലാൻ ഞാൻ ഇടക്കിടക്കിടക്ക് എന്റെ പൂച്ചറേ. ഒരു കോമഡി തോന്നാത്തൊരു സാധ്യമാണ്, സത്യം പറയാലോ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ നീ ചിരിച്ചല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ നീ ഭയങ്കര ചിരിയായിരുന്നല്ലോ. കാണിക്കാൻ വേണ്ടി ചിരിച്ചു. സമാധാനിപ്പിക്കാൻ. ഇനി നമുക്ക് പറയാനല്ലോ, ഇത് വലിയ രസമൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് വഴക്കും കൂടി ഇട്ടിരിക്കണം, ഇനി വഴക്ക് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മ 100K ആ കൊള്ളാം, തല വെച്ചെടുത്താണ്. എന്റെ മാത്രമാണത്. പൊതുവെ ചേച്ചിയാണോ റീൽസിനുള്ള കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് വരാറ്? ഇവനും കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ഞാനാണ് കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറയണെങ്കിലും പറഞ്ഞു. ഇവൻ പിന്നെ മറ്റേ ഇവന് ഇത് ഇഷ്ടമാണ്. മറ്റേ ഞാൻ കൂടുതലും ഇങ്ങനെ. അപ്പൊ ഇവൻ പറയും, അമ്മ അതിനേക്കാളും പ്ലേ ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ നല്ലത്. മറ്റേ എനിക്ക് പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനും ഇവൻ നന്നായിട്ട് ഡാൻസും ചെയ്യും, എനിക്ക് സപ്പോർട്ട്. പക്ഷെ അവന് ഭയങ്കര ചമ്മലാണ്. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇതെല്ലാം കാണുന്നതാണ്. എനിക്കൊന്നും താങ്ങാൻ വയ്യ. ഈ പൂച്ചർ പ്ലാൻ തന്നെ ഇപ്പൊ സ്കൂളിൽ ഫുള്ള് എന്താണ് നിന്റെ പൂച്ചർ പ്ലാൻ? എനിക്ക് വലിയൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട്. ആ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പറയാൻ ഞാൻ ചോദിച്ചു തന്നെ അങ്ങനെയല്ല എല്ലാരോടും. അപ്പൊ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? പിന്നെ കണ്ണനെ കാണുമ്പോ എല്ലാരും ചോദിക്കൂനി, എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ആർക്കാ ഹ്യൂമർ സെൻസ് കൂടുതൽ, അച്ഛനാണോ അമ്മയ്ക്കാണോ? പപ്പയ്ക്കാ. പപ്പ ഉണ്ടല്ലോ ഒന്നുമില്ല, ഫുൾ ടൈം കോമഡിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ അമ്മയൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുമായിരിക്കും കേട്ടോ. അപ്പൊ വന്നിട്ട് ഒരു ചീഞ്ഞ ചളി അടിക്കും. അപ്പൊ അമ്മ അതിന് ചൂടാവും. അമ്മ സീരിയസ് അപ്പോഴേക്കും അപ്പൊ ഇതെന്ത് ഒരു കോമഡി അടിക്കാൻ പറ്റാത്തൊരു വീടാണല്ലോ. അയ്യോ, ഞാൻ നിർത്തിയത് ഞാൻ ഇവിടെ കോമഡി അടിക്കാൻ പറ്റും. പുള്ളി എപ്പോഴും ഇങ്ങനെ, പുള്ളി അങ്ങനെ എപ്പോഴും ഫ്രീ ആയിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നടക്കണ അതന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓ, നല്ല ഹ്യൂമർ സെൻസ് ആണോ ചേച്ചി? അല്ല, വെറുതെ ചളി അടിക്കാറില്ല, നല്ല ചളിയാണ്. അയ്യോ, ചളി ഞാൻ അടിക്കാറില്ല. സ്കൂളിലൊക്കെ എനിക്ക് പേര് തന്നെ ചളിവീരൻ എന്നാണ്. ചളിയാരോമൽ. നിർത്താൻ പറ്റുന്നില്ല, അതെന്താന്ന് അറിയില്ല. മിസ്സിനൊക്കെ ചളി അടിക്കുന്നവൻ ക്ലാസ്സില്. ചളി അടിക്കണ അതിന്റെ ബേസിൽ മാർക്കൊക്കെ അതെ.
അതെ. ഇപ്പൊ ഇവരുടെ ഈ വഴക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വേറെ രീതിയിലൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോമലായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ സിംഗിൾ ഇന്റർവ്യൂ ഒക്കെ ചോദിച്ചപ്പോൾ മമ്മി ആൻഡ് മീ എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനെ 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 നിൽക്കുകയായിരുന്നു. ഞാൻ ഈ ചെക്കൻ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. സ്നേഹമൊക്കെ ഉണ്ട്. സ്നേഹമൊക്കെ ഉണ്ട്. അമ്മയുടെ സീരിയലൊക്കെ പുള്ളിരുന്ന് അയ്യോ ചോദിക്കല്ലേ ചോദിക്കല്ലേ പൊന്നെ. അവന് പുച്ഛമാണോ ചെക്കന്? ചെക്കന് സീരിയലൊന്നും കാണുന്നില്ല. ഞാൻ പറയാം അമ്മ സിനിമയിൽ അഭിനയിക്കും, അമ്മ സിനിമയിൽ അഭിനയിക്കും, ഇതാണ് എപ്പോഴും പറയാറ്. അവന് സീരിയല് കാണാൻ അമ്മയുടെ അഭിനയം കാണാൻ സീരിയൽ വെക്കാറില്ലേ? ഏയ് ഒന്നും നോക്കൂല. എന്താ ഡയലോഗ് അടിക്കുക അഭിനയിച്ചൊക്കെ വന്നുമ്പോ എന്തെങ്കിലും കണ്ടിട്ട് ആള് പറയാറുണ്ട് നോക്കില്ലല്ലോ. ആ പരിസരത്തേക്ക് സീരിയൽ നോക്കില്ലല്ലേ. പണ്ടെങ്ങനെ അറിയോ, കുഞ്ഞിലായിരിക്കുമ്പോ ഇവൻ അമ്മാമ്മ ഇരുന്ന് ഫുൾ, എന്റെ അമ്മച്ചി കാണുമല്ലോ, അമ്മാമ്മ ഇവനും കൂടിയാണല്ലോ ഫുൾ ടൈം. അപ്പോ ഇവൻ തിരിഞ്ഞിരിക്കുകയായിരിക്കും, അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്ന അവന്റെ പണികളിലൊക്കെ ആയിരിക്കും. പക്ഷെ ഫുൾ കഥ അവൻ എനിക്ക് പറഞ്ഞു തരും. അവനെല്ലാം അറിയായിരുന്നു. അങ്ങനെയായിരുന്നു കുഞ്ഞിലെല്ലാം ശ്രദ്ധിക്കും. എല്ലാ കഥ അറിയാം. കുഞ്ഞിലെ അങ്ങനെയായിരുന്നു. ഇപ്പൊ പിന്നെ പണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോറി ലൈൻ ഇതൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇല്ല. അല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഇവർക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ ഇവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 17 years ഇപ്പൊ കേറി ഇനിയിപ്പോ നെക്സ്റ്റ് ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിലൊന്നും അല്ല ഇവർക്ക് ഇപ്പൊ താല്പര്യം. ഇവരുടെ ഒരു ഗ്യാങ്, ഇവരുടെ ഫ്രണ്ട്സ് സർക്കിള്, ഇവരുടെ അങ്ങനെ ലൈഫിന് ഞാനതിനെ മോശമായിട്ട് പറയുന്നല്ല, എല്ലാവരും അങ്ങനെയാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ സീരിയൽ കാണാന്നൊക്കെ പറഞ്ഞാൽ അവർക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾ, പെൺകുട്ടികൾ പിന്നെ അവരൊരിക്കലും അതിനൊന്നും വേണ്ടി സമയം കളയില്ല. അവരൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ലൈഫിന്റെ വേറൊരു തലത്തിലേക്ക് ഇപ്പൊ അവര് കയറിയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു കുറ്റം പറയുന്നൊന്നുമില്ല. അല്ല പണ്ട് അമ്മ സീരിയലൊക്കെ സീരിയല് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോരം സീരിയല് ഞാൻ പറയാം. അമല, പിന്നെ അതൊക്കെ ഞാൻ കാണും. പിന്നെ ഏതൊക്കെയാ എന്തോരം കസ്തൂരിമ അങ്ങനെ പിന്നെ പപ്പയുടെ കുറെ പഴയ സീരിയലൊക്കെ ഞാൻ പറയാം. അപ്പൊ അമ്മയുടെ കരയണ സീനൊക്കെ വരുമ്പോ വിഷമാവാറുണ്ട? എനിക്ക് വിഷമം. അവിടെ ഇരുന്ന് കരയട്ടെ. അല്ല പണ്ടത്തെ മിക്കതും അമ്മ കരച്ചില് തന്നെയായിരുന്നു. ഈ ഞാൻ ഇവന് ഇതാക്കുമ്പോഴേക്കും ഞാൻ എന്റെ ഹീറോയിൻ കാലഘട്ടമൊക്കെ കഴിഞ്ഞില്ലേ, ഞാന് പിന്നെ ക്യാരക്ടർ റോളിലൊക്കെ ആയപ്പോഴാണ് ഇവനൊക്കെ ജനിക്കുന്നത്. ഞാൻ 15 വർഷം നായികയായിരിക്കുന്ന സമയത്ത് ഇതൊന്നും ഇവൻ കണ്ടിട്ട് പോലുമില്ല. ഇവൻ എന്റെ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു മെഗാ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാർക്കും അറിയില്ല, പറഞ്ഞു കൊടുക്കൂ. മിന്നുകെട്ട് അത് എന്ന് വെച്ചാൽ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ ഞാൻ അഭിനയിക്കുന്നു, ഇവൻ അഭിനയിക്കുന്നുണ്ട്. ഇവന് ശരിക്കും പറഞ്ഞാ അതൊന്നുമല്ല, എന്താണ് കായംകുളം കൊച്ചുണ്ണി. അന്നും ഞാൻ കൺസീവ് ആയിരിക്കുമ്പോ ഇത്രയും വയറ് വെച്ചിട്ടാണ് ഞാൻ ആ പടച്ചിപ്പാത്തുന്നത് വർക്ക് ചെയ്യുമ്പോ ഇവന്റെ വയറ്റിലുണ്ട്. ഭയങ്കര അതിലഭിനയിച്ചു. അപ്പോ പവിത്ര ബന്ധത്തിൽ അഭിനയിച്ചു. 3 സീരിയലാണ് ശങ്കർ. പിന്നെ പുറത്ത് വന്നതിന് ശേഷവും ഇവനുമായിട്ടാണ് ഞാൻ മിന്നുകെട്ടിൽ പിന്നെ എൻട്രി ആവണത്. ഗർഭിണിയായ ഞാൻ അതില് എന്നിട്ടോ ഇതെന്തു സാധനം, നീ പൊടിയുണ്ടല്ലോ, പൊട്ടിക്കൊച്ചാണ്. ഒരു 4-5-6 മാസത്തെ പ്രായമുള്ളല്ലോ. എന്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് പോകുമ്പോ കരയും, ഭയങ്കര കരച്ചിലായിരിക്കുമല്ലോ ആരെങ്കിലൊക്കെ എടുത്തിട്ട് പോകും. പക്ഷെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു പിന്നെ കരയില്ല. അങ്ങനെയൊക്കെ എന്നിട്ട് കട്ട് പറയുമ്പോ പിന്നെ എന്തൊരു ഇതിനെന്തൊരു അറിവായിരുന്നു. അന്നും ഈ ആക്ഷന് കട്ട് എന്നിട്ട് വയറ്റി കിടന്ന് കേട്ട് കേട്ട് നല്ല അതിശയം. രാഘവൻ ചേട്ടനൊക്കെ ഇല്ലേ, നമ്മുടെ ജിഷ്ണുവിന്റെ അച്ഛൻ, അതിന്റെ അച്ഛനുണ്ടല്ലോ മിന്നുകെട്ടില്. അപ്പൊ ഈ ആകെ ഇവൻ അവിടെ പോകുന്നത് രാഘവൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് എടുക്കാൻ വേണ്ടി കരയും. എന്ന് വെച്ചാൽ പുള്ളി എടുത്താൽ കരയില്ല, ബാക്കി ആരും എടുത്താലും ഭയങ്കര കരച്ചിലാണ്. എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് പോവുകയും ചെയ്യുമല്ലോ കുഞ്ഞിനെ. അപ്പൊ ഇവൻ പക്ഷെ എന്ത് കൃത്യമായിട്ടെന്നറിയോ, ആ ആക്ഷനില് അവൻ കരച്ചിൽ നിർത്തിയിരിക്കും. അതില് ഞാൻ ഭയങ്കര എനിക്ക് സർപ്രൈസ് ആയിപ്പോണ്ട്. ഈ ഇത്രയും കുഞ്ഞു പ്രായത്തില് ഇവൻ ഇതെങ്ങനെ അറിയാം. പക്ഷെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല ഈ വർക്കിനെ. അത് ആ കുഞ്ഞിലേ തുടങ്ങി. എനിക്കിതിന് എന്റെ വയറ്റിൽ കിടന്ന് ഞാൻ 9 months വരെയും ഏകദേശം വർക്ക് ചെയ്തു. കണ്ടോ പാവം അമ്മ 9 മാസം വയറ്റിൽ ചുമന്ന് ജോലി വരെ എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അറിഞ്ഞോ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ ചേച്ചിക്ക് ആ ടൈമിലൊക്കെ? വയറ്റിലിരുന്ന് എങ്ങനെയായിരുന്നു ചേച്ചി? ചവിട്ട് മുന്തൊക്കെ ഉണ്ടായിരുന്ന? കുറച്ച് അങ്ങനെ ഇവനെ കൊണ്ട് അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല വയറ്റിലിങ്ങനെ. എന്ന് വെച്ചാൽ ഇവൻ സത്യം പറഞ്ഞാല്
അകത്തും ഇരുന്നപ്പോഴും ജനിച്ചതിന് ശേഷവും ഒരു എന്നെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു കുട്ടിയാണ്. മീൻസ് അങ്ങനെ ഒന്നിനും വാശികളില്ല. പിന്നെ അങ്ങനെ ഞാൻ ഒരു 1.5-2 വയസ്സ് വരെ ഞാൻ കൂടെയായിരുന്നു. എൻ്റെ അമ്മച്ചിയും ഞാനും മോനും കൂടിയായിരുന്നു ഫുൾ ടൈം ലൊക്കേഷനിൽ മൊത്തം. കാരണം ഞാൻ ഫീഡിങ് ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം പിന്നെ എൻ്റെ അമ്മച്ചിയും മോനും കൂടെ വീട്ടിലായി. അത് ഞാൻ പിന്നെ ഇവനെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ പിന്നെ കൊണ്ടുപോകാതായി. കാരണം ഇവന് നല്ല ഫുഡൊന്നും കൊടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിലാകുമ്പോഴല്ലേ ഇവന് ഓരോ സാധനമൊക്കെ കുക്ക് ചെയ്തൊക്കെ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആവും. ഈ മറ്റേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം ഈ നമ്മുടെ ഇങ്ങനത്തെ ഉള്ള ഫുഡ് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ അമ്മച്ചി പറഞ്ഞു ഇനിയിപ്പം ഞാൻ നോക്കിക്കോളാം, വീട്ടിൽ നോക്കിക്കോളാം, ഇനി അവന് നല്ല ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവനൊക്കെ. പക്ഷെ എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതൊക്കെ പറയാമുള്ള കാര്യം പറയാം. പിന്നെ ഞങ്ങൾ വർക്കിന് പോകുമ്പോഴും ഇവൻ അമ്മാമ്മയുടെ ഒപ്പം തന്നെയായിരുന്നു എൻ്റെ ലൈഫ്. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി മരിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവനെ വളർത്തുന്നത്. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളർത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കുറെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. കുറെ കുഞ്ഞിലെ ഇവന്റെ കുറെ പ്രായങ്ങളൊക്കെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ അന്നൊക്കെ ഞാൻ ഭയങ്കര ബിസിയുള്ള ടൈമുമാണ് ശരിക്കും പറഞ്ഞു. എനിക്ക് എപ്പോഴും വർക്ക് ഉള്ള സമയങ്ങളല്ലേ. പിന്നെ അമ്മച്ചി വെച്ച ശേഷം പിന്നെ എന്നാലും എനിക്കിപ്പോൾ വർക്കിന് പോകുമ്പോൾ ഞാനും മനുവും വർക്കിന് പോകുമ്പോൾ എനിക്കിപ്പോഴും ഒരു വലിയൊരു ടെൻഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇവന്റെ കാര്യത്തിൽ. ഇവൻ ഇപ്പോഴല്ലേ ഇത്രയും കൂടി ആയത്. ഇതുവരെ അത്ര ഇതായിട്ടില്ലല്ലോ ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അപ്പൊ എന്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, അവളാണ് നോക്കുന്നത്. അവളാണ് നല്ല എന്നെക്കാട്ടിലും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തോളൂ. അവളെല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളാണ് എല്ലാം നോക്കുന്നത് അവനെ. ആ സമയത്തൊക്കെ ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും അല്ലേ അമ്മേനെയൊക്കെ? പിന്നെ മിസ്സിങ്, നല്ല മിസ്സിങ് കുറച്ച്. ഞാനൊക്കെ വിളിക്കുമ്പോ അവന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോലും അവന് ഞാൻ പറയാം. എനിക്ക് വിളിച്ച് അമ്മയെ കഴിച്ചോ, ഞാൻ കഴിച്ചു, എന്നെന്തായി നമ്മളെ വിളിച്ചാലും ഇഷ്ടല്ല. നമ്മളിങ്ങനെയല്ല. എനിക്കെല്ലാ ഒരു ദിവസം ഈ ചെക്കന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അത് ഞാനിപ്പോ എല്ലാവരും ചിലരൊക്കെ ചോദിക്കുക ബിഗ് ബോസിൽ പോയത്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അറിയാമോ, മനുവിന്റെ അടുത്തൊക്കെ മിണ്ടാതിരിക്കാം, പ്രശ്നമില്ല. 3 മാസമൊക്കെ എനിക്ക് സംസാരിക്കാതെ. പക്ഷെ ഈ ചെക്കന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും ഇതിന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് എന്നിട്ട് ഞാൻ വഴക്കിട്ടിട്ടൊക്കെയാണ് ഇവന് വിളിച്ചാലും ഇവന് എടുക്കാൻ താല്പര്യമില്ലല്ലോ പിള്ളേർക്ക്. ഞാൻ പക്ഷെ എടുക്കൂലേ? എടുക്കും. എന്താ അങ്ങനെയൊക്കെ അത് എനിക്ക് ഇങ്ങനെ എനിക്ക് അതും ഇപ്പൊ അവനോട് ചേച്ചി പ്രായത്തിന്റെ ആയിരിക്കും. അതങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവങ്ങളാ. പിള്ളേർക്കൊന്നും ഇങ്ങോട്ട് ആ ഒരു ഇത് എന്താണ് അമ്മമാരോടൊക്കെ എത്തി അച്ഛനും അമ്മ രണ്ടുപേരോടും അങ്ങോട്ട് കാണിക്കാനൊന്നും അങ്ങനെ വലിയ ഇതൊന്നും അറിയില്ല. നിറച്ച് സ്നേഹം നിറച്ചുണ്ട് അല്ലേ? അല്ലേ? ഞാൻ ഒന്നും പറയണമെന്നില്ല. അല്ല, പപ്പേനെ അമ്മേനെ ബിഗ് ബോസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും ആരെങ്കിലും വിടാൻ? ഇല്ല, അവന് ഇഷ്ടല്ല. പോണ്ടാ പറയല്ലേ? അവന് പേടിയാണ്. അവൻ പറയണേ വെറുതെ അവിടെ പോയിട്ട് വല്ലതൊക്കെ പറഞ്ഞു, പിന്നെ വെറുതെ നിന്നെ ടെൻഷൻ ആക്കുന്ന ഒരു വിഷയമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമല്ലോ ചേച്ചി, ഈ നെഗറ്റിവിറ്റി വരുന്ന കാര്യങ്ങൾ ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടൊരു ആർട്ടിസ്റ്റുകളും കൂടെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനും അതന്നെയല്ലേ പപ്പയും എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ഞങ്ങള് അവനാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഞാൻ പിന്നെ അങ്ങനെ പൊതുവെ അങ്ങനെ പെട്ടെന്നൊന്നും ഒരു കാര്യത്തിലൊന്നും അങ്ങനെയൊന്നും ആവശ്യമില്ലാതൊന്നും സംസാരിക്കാനോ പിടിക്കാനൊന്നും പോവാത്തോണ്ട് എനിക്ക് പക്ഷെ പപ്പയും ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ അവനാണെങ്കിൽ എപ്പോഴും അതിലൊക്കെ ഒരു ഭയങ്കര ഒരു അവയർനെസ് ഉണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് പപ്പയോടും ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറയും അവൻ കാര്യങ്ങളൊക്കെ. സീരിയസ് ആയിട്ടൊക്കെ ആള് സംസാരിക്കും. ഓക്കെ, 3 പേരും കൂടെ ഉള്ള ഒരുപാട് ബെസ്റ്റ് മൊമെന്റ്സ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്നത് നിങ്ങൾ 3 പേരും കൂടെ ഉള്ള ഒരു ഹാപ്പി മൊമെന്റ് ഏതായിരുന്നു? 3 പേരും കൂടെ ഉള്ളത് അങ്ങനെ പറയാനല്ലോ. ശരിക്കും ടൂറൊക്കെ നല്ല എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ ഓർക്കാൻ. പക്ഷെ ആരോമൽ അധികം പുറത്തേക്കൊന്നും പോയിട്ടില്ല. ചേച്ചി തെസ്നി ചേച്ചിയുടെ വ്ളോഗിൽ എന്തിലോ പറയുണ്ടായിരുന്നില്ല, അധികം അങ്ങനെ പുറത്തേക്കൊന്നും ആള് പോയിട്ടില്ല കറങ്ങാൻ. ഇല്ല ഞാൻ പറയാം, ഒരു ആവറേജ് ഒരു കുട്ടിയുടെ അനുസരിച്ച് ഞാൻ അധികം പോയിട്ടില്ല. ശരിയാ, അധികം പോകാനുള്ളതും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഷൂട്ടിലുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ എപ്പോഴും വീട്ടിലിങ്ങനെ തന്നെ അമ്മാമ്മയുടെ ഒപ്പം തന്നെ ആയിരുന്നല്ലോ എപ്പോഴും. പിന്നെ ഞങ്ങൾ സ്റ്റേറ്റ്സിൽ പോയപ്പോഴും ഇവനെ ഞങ്ങൾ നോക്കി, ഇവനെ കൂടി കൊണ്ടുപോയി. മാസം ഇവര് പോയി.
അല്ല ഇല്ല ഇവന് ട്രൈ ചെയ്തു. ഒരു മാസം പോകും. പക്ഷെ അപ്പൊ എവിടെ നിന്നു അന്ന് അമ്മാമ്മയുണ്ട് തന്നെ. എന്നിട്ട് വന്നിട്ട് അവിടെ ഭയങ്കര ആഘോഷവും അതും ഇതൊക്കെ. പക്ഷെ ഇവന് ട്രൈ ചെയ്തു. സ്റ്റേറ്റ്സിൽ എന്താ പറയൂ മോളെ, ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് പോകുമ്പോ മിക്കപ്പോഴും തരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി സെറ്റിൽ ചെയ്യൂ എന്നുള്ളത് ഭയങ്കര പേടിയാണ്. ഇപ്പൊ നമ്മൾ തിരിച്ചു വരണം അവർക്ക്. അപ്പൊ മോൻ ഇവിടെ നിർത്തിയാലേ അപ്പൊ അവര് പ്രത്യേകം പറഞ്ഞു ഞങ്ങൾ ഇവനെ കൂടെ എടുക്കാന്ന് വിചാരിച്ചു, കൊണ്ടുപോകാന്ന് വിചാരിച്ചു ഞങ്ങള്. അപ്പൊ അതിന് വേണ്ടി കൊടുക്കാൻ പോയപ്പോ സ്പോൺസേഴ്സ് പറഞ്ഞു മോനെയും കൂടി എടുക്കണമെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാൻ ചാൻസ് ഇല്ല, മൂന്നുപേരും കൂടെ അവിടെ പോയി ചാടും എന്നുള്ള പേടി വരും. ഫാമിലി ഫുൾ ഉണ്ടല്ലോ, മോൻ ഇവിടെ ഉണ്ട്, അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് മോനെ കൊടുക്കാതിരിക്കുന്നതാണ് നമ്മൾ നല്ലതെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇവനെ ഒഴിവാക്കിയതാ. അതുകൊണ്ട് ഒഴിവാക്കിയതാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇവനെ കൊണ്ട്. പപ്പയ്ക്കാണെങ്കിൽ ഭയങ്കര ഇതാ. അപ്പൊ ചെറുതും കൂടെ അല്ല, അത് ചെറുതായിരുന്നു. ഞാൻ പിന്നെ ദുബായി കൊണ്ടുപോയില്ല അവനെ. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ദുബായ് പോയിട്ട്? ദുബായ് ലൈഫ് പോളിഷ് സൂപ്പർ ആയിരുന്നു അല്ലേ? നല്ല രസമായിരുന്നു. ഞാനും അത് വ്ളോഗിൽ കാണാനുണ്ട് എല്ലാവരുടെയും ആ സന്തോഷം മൊത്തത്തില്. നല്ല രസമായിരുന്നു. ഓക്കെ, ടെസ്നി ചേച്ചി വെച്ച് എന്താ പറയാനുള്ളത്? എന്താണ് ഭയങ്കര കുട്ടിത്വമാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് അടിപൊളിയല്ലേ? കോമഡിയാ ഭയങ്കര കോമഡി ആയിട്ടാണ്. അതൊക്കെയാണ് ഭയങ്കര നല്ല നല്ല കോമഡിയാണ് അവള്. ഉണ്ടെങ്കിൽ നല്ല രസമാണ് ആള്, ജോളിയാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ സാധാരണ പറയും പെൺകുട്ടികൾ ഉണ്ടാവാൻ ഭയങ്കര ടെൻഷനാണ്, അവരുടെ കാര്യങ്ങൾ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം. പക്ഷെ ശരിക്കും ആൺകുട്ടികൾ ഉണ്ടാവും. ഇപ്പൊ ചേച്ചി ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഒരു അമ്മയായിരിക്കും ഒരുപാട് കൺസേൺസ് ചേച്ചിക്കും ഉണ്ട്. പിന്നെ രണ്ടും എല്ലാം കണക്ക്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് എല്ലാ കുട്ടി ഇപ്പൊ ആണായാലും പെണ്ണായാലും അമ്മമാരുടെ അച്ഛന്മാരൊക്കെ ടെൻഷനൊക്കെ ഏകദേശം എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. അതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ചേച്ചിക്ക് നിർബന്ധമുള്ള കാര്യം എന്താ ആരോമലിന്റെ കാര്യത്തില്? ഇന്നത് നീ ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും നിർബന്ധമായിട്ടുള്ള കാര്യം? എനിക്ക് ഏറ്റവും നിർബന്ധം പഠനമാണ്. എനിക്ക് അതിൽ ഉഴപ്പുന്നതാണ് ഏറ്റവും സങ്കടമാണത്. എനിക്ക് പഠിച്ചാൽ മതി നമ്മ, കാരണം ബാക്കി ഇനിയിപ്പോൾ ഇവന് എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യം ഇവൻ പറഞ്ഞാലും ഇവൻ്റെ ഇഷ്ടത്തിന് ഉള്ളതല്ല, ഇവൻ്റെ ഒന്നിനും കുറവ് വരുത്തുന്നില്ല. അപ്പം എനിക്ക് നമ്മളെന്താ ആഗ്രഹിക്കുന്നത്, എനിക്ക് പഠിക്കണം മസ്റ്റായിട്ട്. അത് ഭയങ്കര ഒരു സങ്കടമാണ് ഇവൻ ഈ ഉഴപ്പുന്നത്. അതെനിക്കൊരു വല്ലാത്തൊരു ദുഃഖമാണ്. കാരണം നമ്മൾ വലിയ പ്രതീക്ഷിക്കുന്നതല്ലേ, കാരണം ഇവരുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയാണ് എനിക്ക് ഇവന്റെ ഫ്യൂച്ചറിൽ. അപ്പൊ അതുകൊണ്ട് അതിൽ ഉഴപ്പൊന്ന് മാത്രമാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പൊ അത് ബാക്കി എല്ലാം എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് പഠന കാര്യത്തിൽ ഇവൻ നന്നായിട്ട് ഇരുന്ന് പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഒരു വാശിയല്ലേ. ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ എന്താന്ന് പറഞ്ഞാൽ ഈ 8ാം ക്ലാസ്സിന് മുമ്പ് വരെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്ന പിന്നെയാണ് ഈ ഉഴപ്പാനൊക്കെ തുടങ്ങി, വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോ ഉഴപ്പായി തുടങ്ങി. അപ്പൊ ഈ 8ാം ക്ലാസ്സിന് മുമ്പേ ഒക്കെ എനിക്ക് ഈ ചെറിയ ചെറിയ എക്സാം ഉണ്ടാവല്ലോ, ടെർമിനൽ എക്സാംസ്. അപ്പൊ അതിലൊക്കെ 20 മാർക്ക് 25 മാർക്ക് 50 അങ്ങനെയൊക്കെ. അപ്പൊ അതില് 19 കിട്ടിയെന്ന് വിചാരിച്ചോ. എന്നിട്ട് ഞാൻ അമ്മ വിളിക്കും, അമ്മ മാർക്ക് കിട്ടി. അപ്പൊ അമ്മ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. എത്ര ഉണ്ട്? 19. ഒരു മാർക്ക് എന്താടാ? ഒരു മാർക്ക് എന്തേ? ഇതാണ് അമ്മയുടെ ചോദ്യം. അല്ല ഞാൻ അങ്ങനെ എല്ലാം ഒരു മാർക്ക് കിട്ടില്ലേ? ഞാൻ പറയും ഫുള്ള് എന്ന് പറയുമ്പോ കിട്ടുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ. നല്ല കാലത്തൊക്കെ പണ്ടൊക്കെ എനിക്ക് മിക്കപ്പോഴും നല്ല മാർക്കാണ് എന്ന് പറഞ്ഞാൽ 20-ലാണെങ്കിൽ എബോവ് 50 ഷുവറാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ 15 മാർക്കാണെങ്കിൽ 5 മാർക്ക് എന്താ? അതെന്തെല്ലാം ചോദിക്കുന്ന അറിയാമോ? ഫുൾ കിട്ടും ഉള്ള ചില സബ്ജക്ട്സ് ഉണ്ട്. മാത്സിൽ ഞാൻ ചോദിക്കില്ല, ജയിച്ചാ മതി മോനെ എന്നാണ് എനിക്ക് മാത്സിൽ ജയിച്ചാൽ മതി. പക്ഷെ ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ ഇവൻ ഫുൾ മാർക്കാണ്. അവന് ഒരിക്കലും കുറയാറില്ല. അപ്പൊ അങ്ങനെ പഠിക്കുന്ന കുട്ടി അത് കിട്ടുന്നതിൽ ഞാൻ ചോദിക്കും, അതെന്താടാ നീ അതിന് ഫുള്ള് പഠിക്കാഞ്ഞ്? നീ അതിനല്ലേ ഫുള്ള് വാങ്ങിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ നിനക്കത് ഫുള്ള് കിട്ടാത്തെ എന്നും ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഫുള്ള് 20 ഔട്ട് ഓഫ് 20 എന്ന് വെക്കുമ്പോ എനിക്ക് സന്തോഷമല്ലേ. എനിക്ക് ലൊക്കേഷനിൽ ഞാനിങ്ങനെ ഒന്ന് ആസ്വദിക്കും. എനിക്കൊരു സന്തോഷം വേണ്ടേ. ഇപ്പൊ അങ്ങനെ എന്റെ അമ്മോ ഇവനൊന്ന് പാസ്സാക്കി ഇപ്പൊ മൊത്തം ദൈവം എല്ലാത്തിനും ഒന്ന് പാസ്സായാൽ മതി. ബോർഡ് എക്സാം ഒക്കെ വരുമ്പോ എനിക്കങ്ങ് പേടിയാണ്. എനിക്ക് പേടിക്കണ്ട ചേച്ചി, എല്ലാം സെറ്റാവും. ഓക്കെ. ആരോമലിന്റെ കുഞ്ഞിലത്തെ ഏറ്റവും ചൈൽഡ്ഹുഡ് മെമ്മറി ഏതാ? കുരുത്തക്കേടൊക്കെ ആയിരുന്നു ആള്? ഒരു കുരുത്തക്കേട് ഓർക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ഏതാ? അത് പറയാൻ പറ്റില്ല.
അല്ല ഇവന് ആളുടെ expression അല്ലല്ല കുരുത്തക്കേടൊന്നും കാണിക്കില്ലായിരുന്നു അല്ല പറഞ്ഞു നല്ല കുട്ടിയായിരുന്നു ചാച്ചി നീ എവിടേക്ക് എടാ നിനക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഏത് കുട്ടികൾ ഇപ്പൊ അന്ന് മൊബൈലൊക്കെ ഉള്ള കാലമാണല്ലോ ഏത് കുട്ടികളാണെങ്കിലും നമ്മുടെ മൊബൈൽ എടുത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് ഒരു സാധനം ടച്ച് കൂടി ഇന്ന് വരെ ഈ മോൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആരുടെയും ഒരു സാധനങ്ങൾ നശിപ്പിക്കില്ല. അതുപോലെ നടക്കുന്നതൊക്കെ സൂക്ഷിച്ച് ടോയ്ലറ്റിലൊക്കെ നടക്കണതൊക്കെ കുഞ്ഞിരെ പിച്ച വെച്ച് നടക്കുമ്പോഴും പതുക്കെ ഒരു സ്ഥലത്ത് അവനെ ഓടിച്ചാടി വീഴുക ഭയങ്കര കെയർഫുൾ എന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര നല്ല ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള കുട്ടിയായിരുന്നു. ഒട്ടും നോട്ടി ആയിരുന്നില്ല, അങ്ങനെ കുറെ കുസൃതി കാണിച്ച് അങ്ങനെയൊന്നുമില്ല. ഭയങ്കര അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല കുട്ടിയായിരുന്നു. മെമ്മറി ചേച്ചി പറയുന്നില്ല എന്നാലും ഉണ്ടാവില്ല നമ്മൾ എന്നും അന്ന് നീ ഇങ്ങനെ ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു മെമ്മറി അത് ഞാൻ പറയുന്നില്ല. എടാ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഞാൻ അത് പറഞ്ഞ നിനക്ക് പിന്നെ നാളെ സ്കൂളിൽ പോകാൻ പറ്റില്ല. അതാണ് ഞാൻ പൂച്ചർ കൊണ്ടേ നിനക്ക് പോകാൻ പറ്റുന്നില്ല. ആകെ ഒരു കുഴപ്പം ശങ്കരൂനുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ പറയില്ല. മനസ്സിലായി ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം കൂടെ 100% പെർഫെക്റ്റ് ഉള്ള കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അതെന്റെ ഒരു തുറുപ്പ് ചീട്ടാണ്. എപ്പോഴെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇല്ലെങ്കിൽ ഞാൻ പണ്ട് പറയാറുണ്ട് എപ്പോഴും മര്യാദക്ക് അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇനി വല്ല ഷോയിനും പരിപാടിക്കും മടുക്കരുത് ഞാൻ പറഞ്ഞു അങ്ങനെ. ഞാൻ ഒരു ഇന്റർവ്യൂ പറഞ്ഞേട്ടാ നിന്റെ ഈ സ്വഭാവം ഞാൻ പണ്ടത്തെ സ്വഭാവം പറഞ്ഞു കൊടുക്കും എല്ലാവരോടും. അത് വേണ്ട അത് വേണ്ട. ആരാമന് പറ നല്ലൊരു ചൈൽഡ്ഹുഡ് മെമ്മറി. ചൈൽഡ്ഹുഡ് മെമ്മറി കൊറേ ഉണ്ട്. അതിപ്പോ ഇതിന്ന് എടുത്തെങ്ങനെ പറയും അമ്മയുടെ ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളും അമ്മ ചേച്ചി എല്ലാം ഷെയർ ചെയ്യാറുണ്ടോ ആളുടെ അടുത്ത് വന്നിട്ട്? നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. ആരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഓപ്പൺ അപ്പ് ആവുന്നത്? ചേച്ചി അടുത്താണോ എന്റെ അടുത്താ? പപ്പയുടെ അത്ര വഴക്കിട്ടാലും എല്ലാം എല്ലാം എന്നെ വിളിച്ച് പറയുള്ളൂ എല്ലാ കാര്യങ്ങളും. എന്നിട്ടേ പപ്പ എടുത്തു. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ഇവനൊരു ഫോൺ വിളിച്ചപ്പോ ഞാൻ കട്ട് ചെയ്തു. എനിക്ക് ദേഷ്യം, ഞാൻ എടുത്തേ ഇല്ല. എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കുറേ സമയമായിട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വിളിച്ചപ്പോ എടുത്തില്ല. പിന്നെയാണ് പപ്പ വിളിച്ചത്. ആദ്യം എല്ലാത്തിനും അവൻ എൻ്റെ അടുത്തേക്ക് എല്ലാം വന്ന് പറയുള്ളൂ, ഷെയർ ചെയ്യുള്ളൂ. അതുണ്ട്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് പപ്പയടുത്തേക്ക് പറയും, പപ്പയടുത്തെല്ലാം പറയും. പക്ഷെ എങ്കിലും കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്താണ് കൂടുതൽ പറയുക. ഞാനായിരിക്കും മനുവിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സൊക്കെ എപ്പോഴും വീട്ടിൽ വരും അമ്മയുടെ ഫുഡ് കഴിക്കാൻ? അങ്ങനെയൊന്നും കഴിക്കാനൊന്നും വന്നിട്ടില്ല, പക്ഷെ വരും. ഇടയ്ക്ക് പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ട്. അമ്മയുടെ 2 പോസ്റ്റ് എന്തായാലും നമുക്ക് ചേച്ചി ഭയങ്കര ദേഷ്യക്കാരിയാണ് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയുടെ 2 പോസിറ്റീവ് പറ കേക്കട്ടെ. എന്തെങ്കിലും ഉണ്ടോന്ന് അവനെ ആലോചിക്കട്ടെ. ഇങ്ങനെ സൈലന്റ് ആവരുത്, അമ്മ പ്രതീക്ഷിച്ചിരിക്കാം. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റും. പോസിറ്റീവ് ഉണ്ടല്ലോ പക്ഷെ അത് ആലോചിച്ചെടുക്കാൻ കുറച്ച് സമയമുണ്ട്. പക്ഷെ കാരണം കൊറേ പോസിറ്റീവ് ഉള്ളതുകൊണ്ടേ ഇങ്ങനെ പോസിറ്റീവിലി ലോഡഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോസിറ്റീവ് എന്താണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു തരും. അയ്യോ അതാണടാ പോസിറ്റീവ്. അതെല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് ഡ്രസ്സ്. അത് തന്നെ, അതൊരു പുതിയ കാര്യമാണ് അമ്മയുടെ പോസിറ്റീവ്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് വെച്ചാൽ അറിയില്ല. ചേച്ചി പറഞ്ഞ 2 പോസിറ്റീവ് ഇവന്റെയാ? അതില്ല, അതങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. അല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. എന്നെ ഒരിക്കലും അങ്ങനത്തെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ എനിക്കൊരു വയ്യ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കൺസേൺ ആണ്. എനിക്ക് ഭയങ്കര അവന് ഞാൻ വിഷമിക്കുന്ന കണ്ടൊക്കെ ഭയങ്കര പാമ്പർ ചെയ്യും എന്നെ. അങ്ങനെയൊക്കെ ഭയങ്കര ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അമ്മമാരോടാ കുറച്ച് സ്നേഹം അതുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ഭയങ്കര ഞാൻ വിഷമിച്ചാലൊക്കെ അവന് ഭയങ്കര ഇതൊക്കെയാണ്. പിന്നെ അങ്ങനത്തെ ഒരു കെയറിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛന്റെ അമ്മയുടെ ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? എനിക്കറിയാം, അതൊക്കെ എനിക്ക് ഫുള്ളായിട്ട് അറിയിപ്പോ. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഇന്റർവ്യൂ പറഞ്ഞു നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വെറുത്തു കേട്ട് അതുകൊണ്ട് ഞാനും എടുത്തു നോക്കുമ്പോ എല്ലാ ഇന്റർവ്യൂസിലും ലവ് സ്റ്റോറി. അത് മാത്രമല്ല, ഞാൻ അതുകൊണ്ട് ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ഞാൻ പറയും എന്റെ പൊന്നു മക്കളെ ഞാനത് പ്രേമിച്ചതും ചോദിക്കരുത്, കണ്ടുമുട്ടിയതും ചോദിക്കരുത്, ഒന്നും പറയാൻ താല്പര്യമില്ല.
ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് അതന്നെ അത് ആളുകൾ വിചാരിക്കേ ഇവർക്ക് നാണാവില്ല, എത്ര വർഷമായിട്ട് ഇത് തന്നെ ഈ കണ്ടതും പ്രേമിച്ചതും നീ മധുപകര് പാട്ട് പാടിയതും എത്ര നാളായിട്ട്. ആ പാട്ട് വരെ എനിക്കറിയാം, അമ്മ വീണ പാട്ട് വരെ എനിക്ക്. ഞാൻ വീണൊന്നും ആ പാട്ടിലൊന്നും അല്ല, ഒന്ന് പോടവിടുന്നു. അത് പിന്നെ പാടിയപ്പോ അടി പിടിക്കാറുണ്ടാ? എന്ത് ഇവരുടെ അടി എങ്ങനെയാന്ന് പറഞ്ഞാ അതൊരു പ്രത്യേക ഒരു അടിയാണ്. ഒരു മണിക്കൂറിന് അടി പിടിക്കും, മണിക്കൂറിന് എന്ന് പറഞ്ഞാ വെറുതെ ഓരോന്നിന്. പപ്പയാണെങ്കിൽ റേസോ, അപ്പൊ ടോൺ എങ്ങനെയാണ്, എന്റെ ടോൺ ഇങ്ങനെയാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും ഞാനും വലിയ മോശമല്ല, ഞാൻ എന്റെ അപ്പുറത്ത്. അപ്പൊ ഞാൻ തെക്കെന്ന് പറഞ്ഞ പുള്ളി വടക്കുന്നേ പറയൂ, പുള്ളി കിഴക്കെന്ന് പറഞ്ഞാൽ ഞാൻ പടിഞ്ഞാറ്. ഇതെങ്ങനെയാണ് ഞങ്ങളുടെ വെറുതെങ്കിലും വെറുതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ വെറുതെ ആരുടെ എന്ത് കാര്യം പറഞ്ഞു അതും പറഞ്ഞ് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ അമ്മായച്ചനാണോ നിങ്ങൾക്ക് വെറുതെ എങ്കിലും ആരുടെങ്കിലും ടോപ്പിക് എടുത്തിട്ട് വെറുതെ പറയേ. അയ്യോ ഞാൻ സ്നേഹത്തിലായിരിക്കും തോന്നണം. അതേ മനു നാ മറ്റേണ്ടായാലും എന്തൊരു തള്ളാണല്ലേ, തള്ളോ ജനുവായിട്ട് ഞാൻ പറഞ്ഞു പിന്നെ വെറുതെ കേട്ടോ വേറെ ഏതോ ഒരാൾക്കാരോട് ഭയങ്കര പ്രശ്നമായി. അല്ല വേറൊരു കാര്യം പറയാം, ഈ നല്ല വഴക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു 2-3 ദിവസമൊക്കെ ഇവരുടെ മാക്സിമം വഴക്കിട്ടേക്കണ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 to 20 ആണ് മാക്സിമം. കൂടാ 10 to 20 ഒക്കെ എവിടെ പോയിട്ടുണ്ട് ഒരു വല്ലപ്പോഴൊക്കെ. അതൊക്കെ വല്ല കാലം ഉണ്ടായിട്ടുള്ളൂ, അല്ലാണ്ട് അതൊക്കെ എനിക്ക് ജീവിതത്തിൽ വളരെ റയർ ആയിട്ടുള്ള. ഞങ്ങളുടെ വഴക്കൊക്കെ അപ്പ തീരുന്ന സാധനങ്ങൾ. അപ്പൊ ഒരു 10 ദിവസം മിനിമം എടുത്തു. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഫുൾ ഈ വഴക്ക് തീരണത്. അപ്പൊ തീരണത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിന് മുൻകൈ മിക്കപ്പോഴും എടുക്കുന്ന പപ്പയാണ്. അമ്മ വിട്ടുകൊടുക്കില്ല. അവസാനം പപ്പയ്ക്ക് ഭയങ്കര സെന്റിമെന്റ്സ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെന്റിമെന്റ്സ് ഭയങ്കര പറഞ്ഞാൽ അധികം ഭാര്യയോട് മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല, ചങ്കിടിക്കും ഭയങ്കരമായിട്ട്. അവ ഈ സങ്കടം കാരണം ഇതെങ്ങനെയും വഴക്ക് നമുക്ക് തീർക്കണം. പക്ഷെ അങ്ങോട്ട് പോയി പറയില്ല, എനിക്ക് ഈ വഴക്ക് ഇങ്ങനെ നിക്കാന്നോ അങ്ങനെ ഓപ്പൺ ആയിട്ട് അറിയില്ല. പക്ഷെ കാണിക്കും അതെങ്ങനെയാന്ന് പറഞ്ഞാ ഒന്നിലേക്ക് വണ്ടി ഓടിക്കുമ്പോ എന്നിട്ട് വണ്ടി അപ്പൊ അമ്മ ഇങ്ങനെ നിക്കുക, എന്താണ് മനുഷ്യ അപ്പൊ നെഞ്ചുവേദന, എന്നാ വണ്ടി നോക്ക്. വണ്ടി നോക്കി വെള്ളം കുടിക്കണോ? വേണ്ട എനിക്ക് പറ്റണില്ല. ഇതാണ് സ്ഥിരം. ഇല്ല അപ്പൊ ആ കൊഴപ്പില്ല സാരില്ല പോട്ടെ. അത് കഴിയുമ്പോ പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞാ പിന്നെ വഴക്ക് കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ നമ്പർ ചില സമയത്തൊക്കെ വഴക്ക് വെച്ചിട്ടെ വഴക്കിങ്ങനെ ഇട്ടിരിക്കുക. അപ്പൊ മറ്റേ സിറ്റ് ഔട്ട് ഡോറിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഒരാള്, ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട്. അപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോ മൂക്കില് ഇവിടെ ആയിട്ട് ലിപ്സ്റ്റിക്. ഇതെന്താണിത്? എന്ത് ഇവിടെ എന്താ എന്ത് പറ്റി? ബ്ലഡോ എന്താണ്? അല്ലല്ല അപ്പൊ ഞാനൊക്കെ നിങ്ങൾ എന്താണ് ഈ ലിപ്സ്റ്റിക് അപ്പൊ തന്നെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വന്നപ്പോഴേ ഒരാൾ ലിപ്സ്റ്റിക് ഒക്കെ തേച്ചിട്ട് എന്താണ് ഒന്നും പറ്റിയില്ല, ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ വരുമ്പോ ഓരോരോ പുതിയ വഴക്ക് മാറില്ലെന്ന് കാണുമ്പോ ഇങ്ങനത്തെ ഓരോ അടവുകൾ. നിങ്ങളുടെ രണ്ടുപേരെയും വഴക്കിൽ എപ്പോഴെങ്കിലും ആരോമൽ വന്ന പ്രശ്നം സോൾവ് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞിലേന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര സങ്കടമായിരുന്നു കുട്ടിയിലേക്ക്. പിന്നെ വലുതായതിനു ശേഷം ഇവൻ എപ്പോഴും എന്നെ ഇങ്ങനെ ഇത് ചെയ്യും, അമ്മ മിണ്ടാണ്ടിരിക്കുമെന്ന് അറിയും. കാറിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അമ്മ ഒന്നും മിണ്ടണ്ടെന്ന് പറയും. ഞാൻ ഒന്ന് പോടാവിടുന്ന് എനിക്ക് മിണ്ടട്ടെ, അമ്മ മിണ്ടാണ്ടിരുന്ന പ്രശ്നം സോൾവ് ആവുന്നു. പക്ഷെ ചില സമയത്ത് നമുക്ക് അങ്ങനെ അപ്പൊ ഞാൻ ആലോചിക്കും വേണ്ട ഞാൻ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ വെച്ചു. പക്ഷെ ചില സമയത്ത് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷനൊക്കെ വരുമല്ലോ. അപ്പോഴൊക്കെ ഇവന് ഇപ്പോഴത്തെ ഇവന്റെ വലുതായ ശേഷം ഇവൻ എങ്ങനെയാണ്, ഞങ്ങൾ എന്തെങ്കിലും ഒരു
ഒത്തിരി സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ ഇവനപ്പ എന്നോട് പറയും അമ്മ മിണ്ടാണ്ടിരിക്കേ അങ്ങനെ വന്നിട്ട് കുറച്ചുകൂടെ അമ്മൊന്നും മിണ്ടാതിരിക്കുന്നാവും. പിന്നെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് തോന്നണല്ലേ വീട്ടിൽ, അതിനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതൊരു പൂച്ചക്കഥ ഇപ്പൊ ഭയങ്കര ഒരു വീട്ടിലൊരു വലിയൊരു സംഭവമാണ് ഞങ്ങളുടെ പൂച്ചക്കഥ. അതൊരു പൂച്ചർ സ്റ്റോറി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു പൂച്ച വന്നു കയറി, ഇത്രോളം ഒരു കുട്ടി പൂച്ച. ഒരു ദിവസം ഒരു രാത്രി മമ്മൂക്ക പറയണ ഒരു വാത്സല്യത്തിൽ പറയണ പോലെ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഡോറിന്റെ അവിടെ ഒരു തട്ടല്, ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഡോറിൽ മറ്റേ മോസ്കിറ്റോ മാച്ച് ഉണ്ടല്ലോ, അതിങ്ങനെ തുറക്കലും ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പൂച്ച ഓടി അങ്ങോട്ട് നമ്മുടെ അകത്തേക്ക് പേടിച്ചെന്തോ ഇത്രയുള്ളൂ, നല്ല പോകുന്നു, ഭയങ്കര ക്യൂട്ട് കാണാനായിട്ട് ഓടി വന്നിട്ട് നമ്മുടെ സോഫയുടെ മുകളിലേക്ക് ഇങ്ങോട്ട് കയറി ഇരുന്നു. അങ്ങനെ ഓടി വന്നപ്പോ ഞങ്ങൾക്കൊരു കൗതുകത്തിൽ ഞങ്ങളിത് ഏത് കുഞ്ഞാണ്, നല്ല സാധാരണ പൂച്ച അങ്ങോട്ടല്ലേ ഓടുക, നമ്മളെ കണ്ടാ പേടിച്ച് ഇത് ഓടി ചെയറിന്റെ അടിയിലൊക്കെ വന്നു. അപ്പൊ നിങ്ങൾ നമ്മളേക്ക് ഇങ്ങനെ പിന്നെ നമ്മുടെ നേരെ മടിയിലേക്ക് അങ്ങോട്ട് കയറിയിരുന്നു. ഭയങ്കര നമ്മുടെ വീട്ടിൽ ആരോ പോലെ നേരെ വന്ന് ഞങ്ങളുടെ ഒക്കെ മടിയിലേക്ക് ഇരിക്കും. അവന് ഒരു ഷെൽട്ടർ പോലെ കുഞ്ഞ് പെണ്ണായിരുന്നു. അപ്പോഴും നമുക്കൊന്നും അറിയില്ല. അപ്പൊ ഈ ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഭയങ്കര ഇതായപ്പോ ഞാന് എൻ്റെ വീട്ടിലെ കുളിച്ചപ്പോ എടീ വല്ല അറിയാൻ പറ്റൂലടി, ചിലപ്പോ വല്ല ആത്മാക്കളൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ. ഞാൻ എൻ്റെ ചേച്ചിമാരൊക്കെ അങ്ങനെയൊക്കെ വീട്ടിലോട്ട് കയറി വരുന്ന ഭയങ്കര ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ആരൊക്കെ പറഞ്ഞു പൂച്ച അങ്ങനെ കയറി വരണ ഭയങ്കര നല്ലതാട്ടോ, പൂച്ച വരണത് പട്ടി വരണ കൊള്ളില്ല പക്ഷെ കളയണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഒരു പാവം കുഞ്ഞല്ലേ, സങ്കടവും പറഞ്ഞു. അത് ഭയങ്കര അടുപ്പം നമ്മളോട്. അതിനെ പിന്നെ അങ്ങനെ വളർത്തി ഞങ്ങൾ അതിനെ പോയി ഇതൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു, അതിന് അവൾക്ക് കാർഡൊക്കെ എടുത്തു. പിന്നെ അങ്ങോട്ട് അത് കഴിഞ്ഞ് പൂച്ചയെ ഞങ്ങൾ വളർത്തി ഭയങ്കര അവൾക്ക് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ മെമ്പറായി അവൾക്ക് വേണ്ടി അങ്ങ്. പിന്നെ ഞങ്ങൾ അവൾക്ക് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ ഇവിടെ അവിടെ മറ്റേ ഞങ്ങളുടെ ഇവിടെ കൊണ്ടുപോയി ആക്കും. നമ്മുടെ ഏതായിരുന്നു ആ സ്ഥലം, ഫെലിക്കലിൽ കൂടെ. അവിടെ ഡെയിലി 250 രൂപയാണ് അവിടെ ഈ പൂച്ചയെ നോക്കണേന് കൊടുക്കണത്. ഞങ്ങള് 10 ദിവസമൊക്കെ വരുമ്പോ അതിനൊരു എമൗണ്ട് ആയി. പിന്നെ അവള് നോക്കുമ്പോ അപ്പൊ തന്നെ ഗർഭിണിയായി. പിന്നെ പ്രസവം കാര്യങ്ങള് അവിടെ ഇങ്ങനെ ആദ്യം ഞങ്ങള് പുറത്തേക്കൊന്നും വിടില്ല. നമ്മള് ഒരു പക്ക ഹൗസ് പെറ്റ് ഇങ്ങനെ അങ്ങനെയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇവൾക്ക് ഒരു സമയമായപ്പോഴേക്കും പുറത്തു പോണം, പുറത്ത് കണ്ടനുണ്ട്. മറ്റേ മീറ്റിംഗ് ടൈം ആയി. അപ്പോഴേക്കും ഭയങ്കര ബഹളം, അടിച്ചു പൊട്ടിക്കണ പോലെയൊക്കെ കാണിച്ചോണ്ടിരുന്നു. ഭയങ്കര ശബ്ദം. അപ്പൊ ആകെ പ്രശ്നം, വീട്ടിൽ ഭയങ്കര ടെൻഷനായി. ഇതിനെ കൊണ്ട് എന്നിട്ട് മനു പറയണ ദൈവമേ ആ പെണ്ണ് പഴച്ചു പോയി. അങ്ങനെ പറഞ്ഞു, ലിറ്ററലി പറഞ്ഞു. നശിച്ചു പോയി അവള്, കണ്ടില്ലേ ഇത്ര സ്നേഹിച്ചിട്ട്. അല്ല പപ്പ സത്യം പറഞ്ഞ ഒരു മോളുടെ പോലെ ഇത്രയും വളർത്തി സ്നേഹിച്ചിട്ട് ഇപ്പൊ അവൾക്ക് കണ്ടില്ലേ നമ്മളെ വേണ്ട. കണ്ടം വന്നപ്പോഴേക്കും ഇറങ്ങിപ്പോയേക്കണം, നശിച്ചവള്. എന്തായിരുന്നു ഭയങ്കര സ്നേഹം. അയ്യോ ആ കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറയാം. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനോട് എല്ലാം. ഞാൻ ഇവന് മനുവൊക്കെ പണ്ട് ജീവിതത്തിൽ ഒരു ജീവികളെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല. ഇവരുടെ ലൈഫ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ കുറേ ഡോക്ടേഴ്സാണ്. മനുവിൻ്റെ ഡാഡിയുടെ 2 അനിയന്മാര് ഡോക്ടർ, അവരുടെ മക്കള് മരുമക്കൾ, അങ്ങനെ കുറേ ഡോക്ടേഴ്സാണ്. ഡോക്ടർ ഫാമിലിയാണ് മനു. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കുഞ്ഞച്ചൻ പ്രത്യേകിച്ച് ഒരൊറ്റ ജീവികളെ ഇവർക്ക് പേടിയാണ് എല്ലാം. എന്ന് വെച്ചാൽ അത് കടിക്കും, ചിലപ്പോ പേയളകും, മറ്റത് രോമം, അതുകൊണ്ട് ഒരു ജീവികളെയും ഇവര് വീട്ടിലും വളർത്തില്ല, ഇവർ തൊടയുമില്ല, തൊടുപോലില്ല. ഒരു പട്ടീനെ വളർത്തിയോ പൂച്ചേനെ വളർത്തിയോ. ഞങ്ങളുടെ എന്നെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് മനു പട്ടിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പട്ടി ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് പട്ടികളെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത് മനു. പിന്നെ ഇപ്പൊ പുള്ളിക്ക് ഭയങ്കര ജീവനാ, എല്ലാത്തിനും ഭയങ്കര ഇഷ്ടം. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ചയൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. ഈശ്വര കുഞ്ചി ഭയങ്കര സങ്കടം. ഞങ്ങൾ പോകുമ്പോ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ചേച്ചി പുള്ളിക്കാരിയൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും സങ്കടമാണ്, കാരണം ഇവിടെ എന്തായിരിക്കും പോയപ്പോഴെ ഡയലോഗ് ശരിക്കും ഇവള് വിളിച്ചിട്ട് വരുന്നില്ല. അവൾക്ക് പുറത്തു പോണം, ബഹളവും വേറൊരു തരം ശബ്ദം മാറി ഓന്നൊക്കെ അതെങ്ങനെയൊക്കെ ഞങ്ങളെ വിളിക്കുമ്പോഴേക്കും ദേഷ്യപ്പെടറോ
ഞങ്ങളൊക്കെ നോക്കുമ്പോ മൊരങ്ങളും പുറത്തിറക്കി വിട്ടു കൺട്രോൾ രക്ഷയില്ല. ആ ടൈം അങ്ങനെയാണ്. അങ്ങനെ പ്രസവിച്ചു. പക്ഷെ പ്രസവിച്ച കൊച്ചുങ്ങളെല്ലാം മരിച്ചുപോയി. ഫസ്റ്റ് പ്രസവം എപ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ 5ാമത്തെ 6ാമത്തെ കണ്ട് പ്രസവം ഇപ്പൊ പ്രസവിച്ചെടുക്കണം 4 നിങ്ങൾക്ക് ശീലമായിരുന്നു. എന്തോരം ഞങ്ങള് വന്നു. ഇപ്പൊ വയ്യാണ്ടായി. ഇപ്പൊ പൂച്ചകളെ നോക്കി 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 ഞങ്ങൾ മടുത്തു. ചേച്ചിയുടെ ഒരു കമ്മൽ കളക്ഷന്റെ ഒരു വീഡിയോയിൽ ആള് പുറകെ ചാടി കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓടി വന്നിട്ട് എന്റെ മടി കയറി ഇരിക്കുക. അതിപ്പോഴും ഇപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കണമെങ്കിൽ ഇപ്പോഴും വന്നിട്ട് നേരെ വന്ന് മടി കയറി ഇങ്ങനെ ഇരിക്കും. ഞാൻ അവിടെ കിടക്കണി. ഇവര് ആരും ഇല്ലാത്ത ദിവസമാണ് ഞാൻ നോക്കുമ്പോ എന്റെ ഇവിടെ വന്നിട്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്നാലും ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഇന്നലെയൊക്കെ എന്റെ മടി കയറി ഇരിക്കണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ആൾക്കാർ തോന്നലാണ്. പണ്ട് കുറച്ചുകൂടെ ചെറുതായിരുന്നപ്പോ. ഇതിപ്പോ മൊത്തത്തില് ആള് ഗ്രോണപ്പ് ആയി. പക്ഷെ പണ്ട് കുറച്ചുകൂടെ ചെറുതായിരുന്നു. എന്നെയൊക്കെ എഴുന്നേപ്പിക്കണ ഇവളാ. ഞാൻ കിടക്കുമ്പോ എന്റെ തലയെ കയറി കളിക്കുക, മാന്തുക, കടിക്കുക. അങ്ങനെ ഞാൻ എഴുന്നേക്കും. അങ്ങനെയാണ് ഇവള്. അങ്ങനെയാണ് ഭയങ്കര ഇതായിരുന്നു നമ്മുടെ അടുത്തൊക്കെ എല്ലാവരും. ഇവന്റെ അടുത്ത് പ്രത്യേകിച്ച് ഇവൻ എത്ര നമ്മൾ ഉപദ്രവിച്ചാലും ഇവൻ എന്തൊക്കെയോ അതിനിട്ട് കാണും. പക്ഷെ അവളൊന്നും ഭയങ്കര സ്നേഹമാണ് ഞങ്ങളോട്. ഭയങ്കര സ്നേഹം. ഇവരൊക്കെ വല്ല കടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒരു മാന്ത വെച്ച് കൊടുക്കും. അങ്ങനെയല്ല. നമ്മുടെ കാലിന്റെ ഇവിടെ ഇരിക്കും വന്ന് കിടക്കുന്നത് എപ്പോഴും നമ്മുടെ അരിയത്തായിരിക്കും. നമ്മൾ ഈ പെട്ടെന്ന് കിടക്ക് എടുക്കുമ്പോഴേക്കും ഇവിടെ കാലിലോ ചെയ്തൊക്കെ അപ്പൊ പെട്ടെന്ന് വേദനിക്കുമ്പോ ആ വേദനയിൽ നമ്മളൊരു ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതില് ശരിയല്ല. അത്രേ ഉള്ളൂ. മനുവിന് കുറെ കിട്ടിയിട്ടുണ്ട്. മനുവിന്റെ കാല് വെച്ചൊക്കെ അതിനെ ചവിട്ടിയാല് അങ്ങനെ കുറെ മാന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നൊരു അതിഥി അല്ലേ. ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അവളോട്. ചേച്ചി ഷൂട്ടില്ലാത്ത സമയത്ത് വീട്ടിൽ ചേച്ചിയുടെ ഹോബീസ് എന്തൊക്കെയാ? ഷൂട്ടില്ലാത്ത സമയത്തോ? വീട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ഫോട്ടോ എടുക്കുക, പിന്നെ കാൻഡി ക്രഷ് കളിക്കുക. കാൻഡി ക്രഷ് എന്നൊക്കെ എപ്പോഴാണ് എനിക്ക് സമയം കിട്ടണേന്ന് കൂടി പറയാം. അല്ല, സമയം വെറുതെ ഇരിക്കുമല്ലേ. പിന്നെ വീട്ടില് പിന്നെ ഞാൻ പറയാം, ഷൂട്ട് പപ്പയും കൂടി ഉണ്ടെങ്കിൽ ഫുൾ ടൈം കിച്ചണിലായിരിക്കും. സത്യം പറയാ, ഞാനും ശകരി മാത്രമാണ്. ഞങ്ങക്ക് നല്ല സുഖം. ഞങ്ങൾ ഭയങ്കര ശരിക്കും അധികം കുക്ക് ചെയ്യണ്ടല്ലോ. കൊറേ ഇടയ്ക്കൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കും. പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മതി. ഞങ്ങൾ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോകും. ഞങ്ങൾ സാലഡൊക്കെ ഉണ്ടാക്കി ഇവനും അതിലൊക്കെ ജോയിൻ ചെയ്യും. ഞങ്ങൾ അങ്ങനെയൊക്കെ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പുറത്തെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ മനു ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പൊ പണി രാവിലെ തുടങ്ങി ഉച്ചവരെ പണി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ടാണ്. പുള്ളിക്ക് സമയം പറ്റില്ല. ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിക്കണം, ഉച്ചക്ക് കഴിക്കണം. അങ്ങനെ പുള്ളിക്ക് ഭക്ഷണം ഒന്നും കഴിക്കില്ല. വെറുതെ ഇങ്ങനെ എടുത്ത് തിന്നണ അതൊന്നുമില്ല. കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ സമയമൊക്കെ ചിലപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 10 മണിക്കായിരിക്കും, ഉച്ച കഴിക്കണം 4 മണിക്കായിരിക്കും. പക്ഷെ കഴിച്ചിരിക്കണം. അതാണ്. പിന്നെ ഉച്ചക്ക് ചോറ് മസ്റ്റാണ്. കറി, മീൻകറി, അതൊക്കെ മീനാഴിക ഇറച്ചിയാണെങ്കിലും അതിന്റെ കൂടെ പിന്നെ പപ്പടം, അത് ഇത് മെഴുക്കുവരട്ടി, ഇതൊക്കെ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രീ ടൈമിന്റെ കാര്യം പറഞ്ഞ അത് കിച്ചൺ പണിയും കൂടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റീൽ എടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ കാൻഡി ക്രഷ് കളിക്കുക, വേറെ എന്താണ് പിന്നെ പണി. പിന്നെ എനിക്ക് അല്ലാതെ കുറെ എനിക്ക് എന്റെ ഡബിങ് ഉണ്ട്, എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ എന്റെ ഡ്രസ്സിങ്ങിന്റെ ഞാൻ തന്നെയല്ല എല്ലാം. എനിക്ക് എന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങൾ അതിന്റെ അളവെടുക്കാൻ പോകും. പിന്നെ ഇപ്പൊ ഇൻസ്റ്റയുടെ കുറെ സംഭവങ്ങളുണ്ട്. ഇൻസ്റ്റയിലെ കുറെ കൊളാബും അതിൽ പിന്നെ കൊളാബ്സ് ഉണ്ട് കുറെ. പിന്നെ കുറെ വീഡിയോസ് എടുത്ത് കൊടുക്കണം, അത് ചെയ്യണം. അങ്ങനെ കുറെ അങ്ങനെ ഞാൻ എപ്പോഴും ഇപ്പോ ഇതായിരിക്കുള്ളൂ, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുള്ളൂ. ഞാൻ തന്നെ ഇവനും ചിലതൊക്കെ ഇവനെ ഹെൽപ്പ് ചെയ്യും. അമ്മയ്ക്ക് മിക്കപ്പോഴും മറ്റേ ഡാൻസ് കളിക്കണൊക്കെ ആയിരിക്കും. അതിങ്ങനെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് എടുക്കണം. പിന്നെ ഡ്രസ്സിന്റെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷനിൽ ഇരിക്കൂലേ, അപ്പൊ തന്നെയൊക്കെ എടുക്കും. ബാക്കി ഓർണമെന്റ്സ് വരുന്ന സാധനങ്ങളുടെയൊക്കെ ഞാൻ അവിടെ വന്നിട്ടൊക്കെ തന്നെ വെച്ചിട്ടൊക്കെ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യും. ഇപ്പൊ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷെ കോവിഡിന്റെ സമയത്ത് അമ്മയ്ക്ക് ഉണ്ടായ ഇഷ്യൂ, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അച്ഛന് വന്നിട്ടുള്ള ഒരു ഇഷ്യൂ, അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട. ഓൾറെഡി എല്ലായിടത്തും പറഞ്ഞു. പക്ഷെ എനിക്ക് ചോദിക്കേണ്ടത്, ആ സമയത്ത് ആരോമൽ എങ്ങനെയായിരുന്നു ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് അറിയണം. അത് അമ്മയുടെ ആ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. പപ്പയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ആ സമയത്തൊക്കെ. ഫുഡൊക്കെ എപ്പോഴും ഒരാളിങ്ങനെ എപ്പോഴും വന്ന് തരും. സെയിം ഫുഡായിരിക്കും മിക്കപ്പോഴും. അപ്പൊ ഇങ്ങനെ ഫുഡ് കഴിച്ചും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും പപ്പ ഇങ്ങനെ വിളിക്കലൊക്കെ ഉണ്ട്. പക്ഷെ പപ്പ എന്നോടൊന്നും അധികം ഇങ്ങോട്ട് അതിന്റെ ഡീറ്റെയിൽസോ അതൊന്നും പറയില്ല. അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നോ അങ്ങനെയൊന്നും പറയില്ല. ജസ്റ്റ് അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല എപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്നേ പറയുള്ളൂ. പക്ഷെ പപ്പ ബാക്കി അവിടെ മെയിനായിട്ട് എന്തെങ്കിലും ഞാൻ പറയാം ഭയങ്കര സീരിയസ് ആയിട്ട് കടന്നത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല.
ഓക്കെ. കാരണം പപ്പ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പക്ഷെ ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു ഉള്ളില്. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പപ്പയുടെ വന്നപ്പോഴോ? പപ്പയുടെ വന്നപ്പോഴും ശരിക്കും അതൊരു ഭയങ്കര കാരണം അത് പപ്പ മുന്നിൽ എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അത് ഞങ്ങൾക്ക് മുന്നിൽ അറിയാൻ പറ്റുന്നില്ല. അമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പപ്പയും കാണുന്നില്ല, അമ്മയെ കാണുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താന്നോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് കാണുന്ന അമ്മ ഒരു സെൽഫി ഫോട്ടോ എടുത്ത് അയച്ചപ്പോഴാണ്. ആ ഫോട്ടോ മാത്രമേ ഞാൻ ആ ഒരു ടൈം കഴിഞ്ഞ് കാണുന്നത്. പക്ഷെ പപ്പയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് നമ്മള് ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുക. കാരണം ഇത് വന്ന ദിവസം വരെ ഞങ്ങള് ഉണ്ടായിരുന്നു. അതൊരു പരിപാടിക്കായിരുന്നു. അന്ന് അമ്മയുടെ അനിയത്തിയുടെ എരൂരായിരുന്നു. അപ്പൊ അവര് രണ്ടുപേരും മേജോങ്ങും പപ്പയും കൂടി മേളില് പോയിരിക്കുവായിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഇങ്ങനെ വിഷമം. പുള്ളിയല്ല തുപ്പിയപ്പോ പുള്ളിക്ക് എന്തോ ഒരു ഇവിടെ ഇങ്ങനെ തോന്നി. പുള്ളി പക്ഷെ പറഞ്ഞില്ല. താഴെ സങ്കടപ്പെട്ടിട്ട് എന്റെ സമയം ആവാറായി, പുള്ളി വിചാരിച്ചു പുള്ളി പാരലൈസ്ഡ് ആവാണ്, എന്തോ സംതിങ് അങ്ങനെ വരുന്ന പേടിച്ചു. ഭയങ്കര മേളിൽ പോയ ആളല്ലേ തിരിച്ചു വന്നു. ഭയങ്കര ഒരു ചേഞ്ച് വന്നു മൂഡിനൊക്കെ. അപ്പൊ ഞങ്ങളൊക്കെ ചോദിച്ചു എന്താണ്. അപ്പൊ ഞാനൊക്കെ ചോദിക്കണ്ട എന്തേ പറഞ്ഞ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോയി. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളോടൊന്നും പറയണില്ല. രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ ചായ എടുത്തിട്ട് എന്താ ചായ എടുക്കുന്നപ്പോഴേക്കും പറഞ്ഞു നമുക്കൊന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തി അല്ല എനിക്ക് നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ ഇത്തിരി ഇങ്ങനെ ഇതനങ്ങുന്നില്ല, ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ചുള്ളൂ, അപ്പൊ കുറച്ചായിട്ടുള്ളൂ. അപ്പോഴും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റക്കായി പോയി. പെട്ടെന്ന് എന്താന്ന് പറഞ്ഞാൽ അറിയില്ല. ഞാൻ ബ്രഷ് ചെയ്തപ്പോൾ വെള്ളം ഇങ്ങനെ ഇതിൽ കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഇതൊരു ഇതായിപ്പോയി. പെട്ടെന്ന് വേഗം തന്നെ ഞങ്ങൾ അച്ഛനും അനിയൻ ഡോക്ടറാണല്ലോ, കുഞ്ഞച്ഛനെ വിളിച്ചു, വീഡിയോ കോളിൽ കാണിച്ചു. അപ്പോൾ പുള്ളി കുറേ ഇതൊക്കെ കാണിച്ചപ്പോൾ പറഞ്ഞു പേടിക്കണ്ട, ഇത് ഇങ്ങനത്തെ ഒരു ബെൽസ് പാൾസിയാണ്, വേഗം തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം. അവിടെ ചെന്ന് അപ്പോൾ കുഞ്ഞച്ചനെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇവർ കുഴപ്പമില്ല, ഇങ്ങനെ ഞങ്ങൾക്കൊരു ഇങ്ങനത്തെ പേഷ്യൻസ് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് കേട്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഈ ബെൽസ് പാൾസിനെ പറ്റി കേട്ടിട്ടേ ഇല്ല. കുഞ്ഞച്ചൻ ഇത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമായി. അതിന് മുമ്പ് വരെ തളർന്നു പോയി എന്നാണ് പുള്ളിയും ഞങ്ങളൊക്കെ വിചാരിച്ചത്. നല്ല ടെൻഷൻ ഉണ്ടാവും. പപ്പയുടെ ഒക്കെ BP ഒക്കെ ശരിക്കും കൂടി ആദ്യമായിട്ടോ. അല്ലെങ്കിൽ പപ്പ എന്റെ പോലെ ഞങ്ങൾ രണ്ടും അതുപോലെ. അമ്മ ഭയങ്കര ടെൻഷൻകാര്, ഞാനും അപ്പയൊക്കെ കൂൾ മൈൻഡാ. എന്ത് പ്രശ്നം വന്നാലും കൂളായിട്ട് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഞങ്ങൾക്ക്. പക്ഷെ പപ്പ ആദ്യമായിട്ട് അന്ന് ടെൻഷനൊക്കെ അടിച്ചത്. പപ്പയ്ക്ക് അത് വന്നപ്പോൾ അമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ആശ്വസിപ്പിച്ചൊക്കെ ആരോമലായിരുന്നു. ഞങ്ങള് രണ്ടുപേരും കൂടെ പുറത്തൊക്കെ പോയിരിക്കുമ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര കരച്ചിലൊക്കെ വന്നു. ഞങ്ങള് വെളിയിലൊക്കെ പോകുമ്പോ ഞങ്ങളൊന്നും പറയുകയൊന്നും ചെയ്തില്ല. ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കണ കാണുമ്പോഴേ അത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു എനിക്ക്. കാരണം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കണപ്പോ അതൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അത് അങ്ങനെ പോയി. എന്തായാലും പക്ഷെ ഒരു മന്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് എല്ലാം മാറി ക്യൂറായിട്ട് വന്നു. ഒരു സമാധാനം. ആർട്ടിസ്റ്റ് നമ്മുടെ ഞാനൊക്കെ അങ്ങനെ വിചാരിച്ച അങ്ങനെ ഒരു ആർട്ടിസ്റ്റും അല്ലേ നമ്മൾ മുഖം കൊണ്ടും ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്നവരല്ലേ. ഇതൊക്കെ ഇങ്ങനെ മാറിയില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതായി പോയാനല്ലോ. അപ്പൊ എന്തായാലും ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന ഭയങ്കരമാണ്. എനിക്കും അനുവിനും അത് ഞാൻ പ്രത്യേകം പറയാം കേട്ടോ. നമ്മുടെ പബ്ലിക്ക് നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഒരു സപ്പോർട്ടില്ലേ, അത് ഭയങ്കരമാണ്. അപ്പം നമ്മൾ കലാകാരന്മാരായതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ അതറിയും. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു, എനിക്കും മനുവിനും. അതുകൊണ്ട് മാത്രമാണ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഭയങ്കര മിറക്കിളാണ് ബീനയുടെ ലൈഫിൽ സംഭവിച്ചത്. കാരണം എൻ്റെ ചെസ്റ്റ് മുഴുവൻ ഫുൾ ന്യൂമോണിയ വന്നു, ഒന്നുമില്ലായിരുന്നു. ഫസ്റ്റത്തെ സ്കാൻ റിപ്പോർട്ടർ മനുവിന് പറയുന്നത് നിങ്ങൾ വേഗം ഇത് നോക്കിക്കോളൂ, ഇറ്റ്സ് വെരി സീരിയസ്, നമുക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മനു ഇതാരും അറിയിക്കുന്നില്ല. മനു അമ്പലത്തിലൊക്കെ ഫ്രണ്ടിലൊക്കെ പോയിരുന്നു, പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇത് ഫാമിലിയിലുള്ള ഒരാളുടെ അടുത്ത് മനു പറഞ്ഞിട്ടില്ല. മനുവിൻ്റെ അടുത്ത് മാത്രം ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്റർ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ, കാരണം നമുക്കിത് അത്ര ഇതല്ല ഇപ്പോഴത്തെ ഇതിൽ. എനിക്ക് ബ്രീത്തിങ് ഒന്നും കിട്ടുന്നില്ലല്ലോ, ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ എല്ലാ ദിവസവും എനിക്ക് ഇതെടുക്കും, രാവിലെ വന്ന് എക്സ്റേ എടുക്കും.
അത് ഗ്രാജുവലി ഒരു 3-4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ക്ലിയറായൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ശരിക്കും എൻ്റെ അടുത്ത് വന്ന് ഡോക്ടർ പറഞ്ഞു ശരിക്കും പ്രാർത്ഥിച്ചു. ഭയങ്കര നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കര അനുഗ്രഹമുണ്ട് കേട്ടോ, ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ചാണ് ബീനയ്ക്ക് വന്നത്. അത്രയും പ്രാർത്ഥനയായിരുന്നു എല്ലാവരുടെയും. നമ്മുടെ മനോ വീഡിയോ ഇട്ടപ്പോ ദൂരം പേരാണ്. പിന്നെ എന്നോട് ഞാൻ ഇന്ന് കാണുമ്പോഴും ആൾക്കാർ പറയും അയ്യോ മാഡത്തിന് വേണ്ടി ഞങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചിരുന്നു എന്നറിയോ അന്ന്. നമുക്കിപ്പോ നമ്മളാണെങ്കിലും ഇപ്പൊ എനിക്കിപ്പോ നമ്മളിപ്പോ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലോ ഈശ്വര ദൈവമേ ഒന്നും അങ്ങനെ നമുക്കൊരു പ്രാർത്ഥന. അപ്പൊ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ആ പ്രാർത്ഥന കൊണ്ടാണ് ഞാനും മനുവൊക്കെ ശരിക്കും പറഞ്ഞ ജീവിതത്തിലേക്ക് ഭയങ്കര പെട്ടെന്ന് റിക്കവർ ആയിട്ട് വന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ കുറച്ച് ബോൾഡ് ആയിട്ടുണ്ടാവും ആള് ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും. പിന്നെ അവനിപ്പോ ഇത്രയും പ്രായമുള്ളൊരു കുട്ടിയായില്ലേ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്ന പ്രായമായില്ലേ. മിമിക്രി ഒക്കെ മോണാക്ട് ഒക്കെ ചെയ്യുന്ന ഇപ്പൊ ഒന്നുമില്ല. ഞാൻ ജനാർദ്ദൻ ഒന്ന് വെറുതെ കാണിക്കും. അല്ല പണ്ട് കാണിച്ചില്ല, അതെനിക്കിപ്പോ വരുന്നില്ല. പണ്ട് വരുമായിരുന്നു. ചുമ്മാ പറയാം, ഞാൻ വർഷങ്ങളായി വെറുതെ രസത്തിനെടുക്കടാ, വെറുതെ പറയരുത്, വെറുതെ കാണിക്കണ. അല്ലെങ്കിൽ മറ്റേ വിനയ് ഫോർട്ടിനെ പറയും, അല്ലെങ്കിൽ അജു വർഗീസിനെ പറയും. എല്ലാം ചെയ്യുമായിരുന്നു. ഏതെങ്കിലും പറ. എനിക്ക് അമ്മയെ കൊണ്ട് പാട്ട് പഠിക്കാൻ. ബെസ്റ്റ്. നീ ജനാർദ്ദനെ പറയും. ചേച്ചി പാട്ട് പഠിക്കാതെ വിടാൻ പറ്റില്ല, ഇത്ര നന്നായിട്ട് പാടി. അമ്മ പാടിക്കഴിഞ്ഞാൽ ചെയ്യാം. എടാ നീ മര്യാദക്ക് പറഞ്ഞേ ജനാർദ്ദനെ പറയും. ഇതിപ്പോ നീ വലിയ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, നീ ലോകത്ത് എല്ലാവർക്കും അറിയാം, നീ ഒന്നും അല്ലെന്നറിയാം. എങ്കിലും വെറുതെ രസം സീനായിക്കോട്ടെ, കുഴപ്പമില്ല, പറ. അത് ചെയ്യാൻ പറഞ്ഞ അങ്ങ് ചെയ്യണം, അല്ലാണ്ട് പിന്നെ അത് പിന്നെ അവിടെ നിന്നിട്ട് പറ. ട്രൈ ചെയ്ത് നോക്കടാ, ചളായിക്കോട്ടെ. ചെയ്യണം. ഓ നീ തുങ്കപ്പനല്ലടാ, പൊന്നപ്പൻ തല്ലി ഒടിക്കടാ അവന്റെ കാല്. അയ്യോ എന്റെ കാലല്ലടാ, അവന്റെ കാല്. അടിപൊളിയായിട്ട് ചെയ്തു, ചുമ്മാ നമ്പറാ. അത് ഏറ്റവും പൊട്ടിയായിരിക്കുമ്പോ തുടങ്ങി പറയണതാണിത്. അത്ര വർഷങ്ങളായിട്ട് ഇത് അവൻ തന്നെ ചെയ്താണ്. ഒരു ദിവസം തന്നെ പറഞ്ഞാണ്, നമ്മളാരും എടാ ജനാർദ്ദനെ എടുക്കുന്ന പറഞ്ഞ ഞങ്ങൾക്ക് അറിയാനും കൂടി പറയാം. ഒരു ദിവസം ഇവൻ തന്നെ പറഞ്ഞാണ് ഇങ്ങനെ ഓന്ന് പറഞ്ഞപ്പോ ഇത് മത്ത കുത്തിയ കൊമ്പള മുളക്കില്ലെന്ന് പറഞ്ഞാലേ മനുവിന്റെ തന്നെ പോലെ. അപ്പൊ ഇതിനെ കുറച്ചൊക്കെ അത് അറിയാം. അപ്പൊ അങ്ങനെ പറഞ്ഞു. അതെ തന്നെ, എത്ര കാര്യമുള്ളൂ. നീ വലിയ മറ്റേ ഭയങ്കര ആർട്ടിസ്റ്റ് ഒന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. വേണ്ട പിന്നെ അതിനോട് പാടാൻ പറ. ഇവൻ നന്നായിട്ട് പാടും, സത്യം. അല്ലല്ല കണ്ണം പാടും അമ്മയ്ക്ക്. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. എനിക്ക് അത്ര അറിയില്ല. നീ ഒരു പാട്ട് പാടുമ്പോ ഞാനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നീ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ. നമ്മുടെ പുതിയ ആലോചിച്ചിട്ട് നീ ഒന്ന് പാടിക്കാം. അപ്പൊ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാം. അത് പാട്ട് പറ. നീ പുതിയ ഏതെങ്കിലും പാടിക്കോടാ, അതൊക്കെ എനിക്ക് അറിയാവുന്ന പാട്ടുകളല്ലേ. ഞാൻ സപ്പോർട്ട് ചെയ്യാം. അതല്ലേ അതല്ലേ നീ പാടുമ്പോ ഞാന് ഏത് പാട്ട്? ഏതെങ്കിലും പാടിക്കോ. നിനക്ക് ഇത് പാടിയാലോ? ഏത് കരിയിലാവരും പാടിക്കോ. അതെനിക്ക് ഇഷ്ടമുള്ള, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ഞാൻ ഇവനോട് എപ്പോഴും പറയും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ബാംഗ്ലൂർ ഡേയ്സ് അല്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. റെഡി 1 2 3 സ്റ്റാർട്ട്. നീയാം ആത്മാവിൻ സങ്കല്പമെന്നങ്ങനെ മൺവീണ തേടുന്ന നേരം ഓർക്കാതിരുന്നപ്പോൾ എന്നുള്ളിൽ നീ വന്നു. തെളിനീലവാനിലേകതാരമായി സഖി ഒരു രാവിൽ ദൂരെ നിന്ന് നോക്കി നീ എന്നെ. ഓ ഏതു കരിരാവിലും ഒരു ചെറു കസവര തുന്നും കിരണമേ ഈ ഹൃദയവാതിലും പഴുതിലും ഒഴുകി വരൂ. മാത്രമൊന്നും അല്ല കേട്ടോ ചേച്ചി,
നല്ല കഴിവ് ഈ കുട്ടിയുടെ ഉള്ളിലുണ്ട്. മടിയൊക്കെ ഇവിടെ വെച്ചിട്ട് പൊക്കോ വീട്ടിലേക്ക് തിരിച്ച്. ആ ചെറുപ്പത്തിൽ ചെയ്യിപ്പിച്ചാന്നേ. പക്ഷെ എന്ത് രസമായിട്ടാ പാടുന്നത് അല്ലേ? കണ്ട ഇതിന്റെ എനിക്ക് ഇതുപോലൊന്നും ഒരിക്കലും ഇതൊന്നും കാരണം ഭയങ്കര ടഫ് പാട്ടാ ഇത്. അതിന്റെ ഒരു കുറച്ചൊക്കെ അതൊക്കെ ഉണ്ടേ. അപ്പൊ അതെല്ലാം നന്നായിട്ട്. അപ്പൊ എനിക്കാണെങ്കിൽ എന്തൊരു കൊതിയെന്നറിയും പാടി കേൾക്കാനായിട്ട്. എപ്പോഴും റിക്വസ്റ്റ് ചെയ്യടാ ഒന്ന് പാടടാ, എനിക്ക് ഭയങ്കര ഇഷ്ടവും പാടുന്ന കേൾക്കാനായിട്ട്. കഴിവുണ്ട് കൊണ്ട് ഇവൻ ചളമായിരുന്നെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. എനിക്കറിയാം ഇവൻ കുറച്ച് പാടും, എനിക്കറിയാം. അതെ, എനിക്ക് കേൾക്കുമ്പോ തന്നെ എനിക്കറിയാം അയ്യോ എന്റെ പൊന്നു മോനെ അത് പാടണ്ട കേട്ടോ ഞാൻ പറയും. കുറച്ചു നേരമുള്ളതുകൊണ്ടാണ് എനിക്ക് ക്രൗഡ് വരുമ്പോ അവന് ഭയങ്കര ഇത് വരും, ഭയങ്കര അങ്ങനെ പാടി ലിറിക്സ് തെറ്റും, പിന്നെ പിച്ച് മാറിപ്പോവും, പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. ലൈക്ക് വെള്ളി വീഴുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. ചെറിയൊരു ഗെയിം ഫൈനൽ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഇന്റർവ്യൂ തീരാറായി. ഇതിലൊരു സിനിമ ഡയലോഗാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ള സിമ്പിൾ സാധനം. അപ്പൊ അത് ആക്ട് ചെയ്ത് കാണിക്കണം. ഓക്കെ, ആദ്യം ചേച്ചിയാണ്. ഞാനിപ്പോഴെ പെൺഗോതാമി കൊടുക്കാണ്. നമുക്ക് അതില് വലിയ ഇതില്ല, പക്ഷെ അമ്മ ഭയങ്കര സീനാണ്. അമ്മ ഭയങ്കര സീന ഇതൊക്കെ അല്ലേ. ഓക്കെ, സിമ്പിൾ സാധനം സിമ്പിൾ ആയിട്ട് പറയാം. ഭഗവാനെ കുഴപ്പിക്കാത്തൊരു സാധനം. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഞാൻ എഴുതിയിട്ടുള്ളൂ. ഞാൻ ആരോമലും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് എടുത്ത്. ഞാൻ കാണാൻ പാടില്ലല്ലോ. ഇല്ലില്ല, എല്ലാരും ചേച്ചി പറയല്ലേ. അത് അഭിനയിച്ച് വേണം ആരോമലിനെ കാണിക്കട്ടെ. ആരോമൽ ആ ഡയലോഗ് പറയണ ഏതാന്ന്. ഓ അങ്ങനെയോ? അയ്യോ ഞാൻ അത് പറയണ്ടേ. പക്ഷെ കേട്ടില്ലെന്ന് തോന്നണു അല്ലേ? ഇല്ല കേട്ടിട്ടില്ല. കേട്ടായിരുന്നു, ഞാൻ കേട്ടു. നീ ബാക്കി പറ. അതെനിക്കറിയില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത് പറ്റിയതാന്ന്. അതെ എല്ലാരും അപ്പൊ എനിക്ക് കിട്ടി. ഫസ്റ്റ് വാക്ക് കിട്ടി. ഓക്കെ, ഓക്കെ നോക്കിക്കോ. സെക്കൻഡ് വേർഡ് ആദ്യത്തെ ഫസ്റ്റ് ഓക്കെ. എല്ലാരും മിണ്ടല്ലേ. ഓടി, എല്ലാരും ഓടി, എല്ലാരും പോയി, എല്ലാരും ഓടിപ്പോയി, എല്ലാരും ഓടിപ്പോയി, എല്ലാരും ഓടിപ്പോയില്ല. പോ, എല്ലാരും ഓടിപ്പോ, എല്ലാരും ഓടിപ്പോ. ഓടിപ്പോ, എല്ലാരും ഓടിപ്പോ. നീ, എല്ലാരും ഓടിപ്പോ. നീ, എല്ലാരും ഓടിപ്പോ. ഞാൻ, എല്ലാരും ഓടിപ്പോ. ഓടിപ്പോ. ഇത് ഏത് പടം? എല്ലാരും ഓടിപ്പോ. അമ്മ, വട്ട്. എല്ലാരും ഓടിപ്പോ. ചേറ, എല്ലാരും ഓടിപ്പോ. നിനക്ക് വട്ട, അതിന്റെ വേറെ പ്രാന്ത്. എല്ലാരും ഓടിപ്പോ. അവന് പ്രാന്ത. ഇവന് പ്രാന്താടാ. ഇത് സിനിമയാണോ? സിനിമയുടെ ഡയലോഗടാ. മണ്ടൂസേ ഇവന് പ്രാന്താടാ. അതെ അതിലാ പറഞ്ഞ നിനക്ക് പ്രാന്താടാന്ന്. പക്ഷെ വേഗം പറഞ്ഞു കൂട്ടാ. നിങ്ങൾ ഇടക്കിടക്ക് ഗെയിം കളിക്കാറുണ്ടോ? ഓക്കെ, ഭഗവാനേ ഇനിയാണ് എന്റെ അഭിനയം. ഓക്കെ നോക്കട്ടെ. ഇന്ന് ഇത് ക്യാമറ കാണിക്കണോ? കുഴപ്പമില്ല, കാണിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് പറയുമ്പോ അറിയാലോ. ശരിയാണല്ലോ. പിന്നെന്തുന്നത്? എന്തുന്നാടാ ലാസ്റ്റ് പറഞ്ഞാ പോരടാ. കണ്ടില്ലേ വന്ന ബുദ്ധി. പറ. ഇന്ന് ഓക്കെ അല്ലേ? ഇന്ന് ഇന്ന് ഇത് അത് നീ ഇന്ന് നീ പൂട പറിച്ചോ, മീശ പറിച്ചോ? തിന്നോ? ഇന്ന് നീ എന്നെ തിന്നോന്നാ? അതിന്റെ വേറെ ആക്ഷൻ കാണിക്കേ. ഇന്ന് നീ മിണ്ടരുത്, സംസാരിക്കരുത്. ഇന്ന് നീ സംസാരിക്കരുത്, മിണ്ടരുത്. ഇന്ന് നീ മിണ്ടരുത് കറക്റ്റ്. ഇനി അതിന്റെ ഇടയിൽ ഒരു വേർഡ് ഉണ്ട്. അതെ, ഇന്ന് നീ ഒന്നും മിണ്ടരുത്. ഇന്ന് നീ
ഇന്ന് നീ 1 1 2 3 4 5 6 7 8 1 ഇന്ന് 1 ആ എനിക്ക് മനസ്സിലായി എന്താ പറഞ്ഞത്. കണ്ടോ 1 ഇന്ന് ഇന്നൊന്ന് ഇന്ന് ഡാഷ് നീ മിണ്ടരുതെന്നാണ്. ആ ഡാഷ് ഇനി ചേച്ചി ഫില്ല് ചെയ്യണം. അതിനാണ് അവൻ ആ പറഞ്ഞു തരുന്നത്. എന്താണ് ഇന്ന് നീ ഇന്ന് ആ അല്ല അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ചേച്ചി 4 ഇതാണ് വരുന്നത്. വാക്ക്. ഇന്ന് ഡാഷ് നീ മിണ്ടരുത്. ഈ ഡാഷ് ഫില്ല് ചെയ്യാനാണ് ഇപ്പൊ ആരോപണം ഇതൊന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയാണോടാ മണ്ട പറയേണ്ടത്? അമ്മ കാണിച്ചു. ഇന്ന് അന്ന പറയണ്ടേ 4 വാക്ക് എന്ന് പറഞ്ഞ 4 വാക്ക് അതിൽ ഫസ്റ്റ് അങ്ങനെ അതല്ലേ ഞാൻ കാണിച്ചത് കൊച്ച്. അതിന് പറഞ്ഞു കൊടുക്ക. ഇന്ന് ഇന്ന് കൊതുക് ഈച്ച ഈ ഇന്ന് ഇവിടെ ഈ 2 അതില് ഈ രണ്ടാമത്തത് നീ ഇനി ഇന്ന് ഇനി ഒന്നും മിണ്ടരുത്. നീ ഒന്നും മിണ്ടരുത്. പക്ഷെ നന്നായി ചെയ്തു കേട്ടാ. എന്താ ശങ്കുരു എന്താണ് ഇങ്ങനെയൊന്നും അല്ലട്ടാ കാണിക്കണ്ട. അല്ലല്ല ഇനിയും പിന്നെ ഞാനെന്താ കാണിക്കണ്ട? അല്ല ഇത് പക്ഷെ ഇത് ടഫാണ് കേട്ടോ. ഈ ഇങ്ങനെ ഇത് ഈ ഡയലോഗ്സ് പറയിപ്പിക്കുക മീൻസ് എളുപ്പമല്ല. ഇന്ന് ഇനി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴേ അത് നന്നായിട്ട് ചെയ്തു. ശരിയാ. ഓക്കെ ലാസ്റ്റ് കഴിഞ്ഞു. ഓ ഞാൻ നോക്കൂല എന്റെ പൊന്നെ. കുട്ടി കുട്ടി അല്ല എത്ര വാക്കുണ്ട്? കൊച്ചി കുട്ടി കുട്ടി 2 3 4 5 വാക്ക്. ഓക്കെ കുട്ടി മനസ്സിലായി. മൂന്നാമത്തെ വാക്ക് ഞാൻ പേടിച്ചു ഭയം പേടിച്ച് കുട്ടി ഞാൻ പേടിച്ചു പോയി. അതിന്റെ വേറെ വേർഡ്സ് പറയാൻ. ഭയപ്പെട്ടു പോയി. ഞെട്ടി കുട്ടി കുട്ടി ഞാൻ പേടിച്ചു പോയി. അഞ്ചാമത്തെ പറഞ്ഞേ ഞെട്ടിപ്പോയി. അത് മൂന്നാമത്തെ. 1 2 3 4 5 അതില് ഞാൻ കുട്ടി അത് കുട്ടി ഇത് അല്ല മൂന്നാമതല്ലേ ഞാൻ. അതെന്താ അത് പറഞ്ഞ ഞാൻ ഞെട്ടി കുട്ടി ഞാൻ ഞെട്ടി കുട്ടി മാമ ഞാൻ ഞെട്ടി. എന്താണ് മാമാല്? എന്റെ പൊന്നളിയോ. ചേച്ചി ഞെട്ടലൊക്കെ അവന് ഞെട്ടല് വന്നിട്ട് പറഞ്ഞു പേടിച്ചോടി. അത് കാണിച്ചു എളുപ്പോ 1 2 3 4 അക്ഷരം 4 വേർഡ്സ്. തേർഡ് സെക്കൻഡ് തേർഡ് നീ പറഞ്ഞു തുപ്പി പറഞ്ഞു നീ പറഞ്ഞു പറയാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു പറഞ്ഞില്ലേ പറഞ്ഞു നീ പറഞ്ഞത് മൂന്നാമത്തെ പറഞ്ഞു
നീ പറഞ്ഞു. ആ അത്. വട്ട്. എനിക്ക് പ്രാന്ത്. നീ വട്ടൻ. വട്ടൻ. നീ പറഞ്ഞു എനിക്ക് വട്ടാണ്. നീ ഒന്നും കൂടെ നോക്കിയേ. 5. 5 വട്ടാണെന്ന്. നിനക്ക് വട്ടാണ്, എനിക്ക് വട്ടാണ്. അത് വട്ട്. എനിക്ക് വട്ട്, ഞാൻ വട്ട്. പ്രാന്ത്. ഫസ്റ്റ്. എന്ത് ബാഗോ? കാണുന്നതോ? എന്താണെന്നോ? ഇതെന്താണെന്നോ? ഇങ്ങനെ കാണിച്ച് എന്ത് പ്രാന്താണ് ഈ പറയുന്നത്? ബാക്കി 4 പറ. അപ്പൊ ചേച്ചി ഫസ്റ്റ് പറ. അത് സെക്കൻഡ് എന്താ? ഞാൻ. നീ. ഓക്കെ. പറഞ്ഞത്. നീ പറഞ്ഞോ? പറഞ്ഞു. മൂന്നാമത്തെ എന്താ? ആർക്കറിയാം? ആർക്ക് അറിയാം? ആര്? നീ പറഞ്ഞത് നീ പറഞ്ഞത് വട്ടാണെന്നോ? നീ പറഞ്ഞതാ വട്ട്. നീ പറഞ്ഞതാ? നീ പറഞ്ഞു പറ. നീ പറ. നീ പറ. നിനക്ക് പറഞ്ഞൂടെ? നീ പറ. കുഞ്ഞ്. നീ പറഞ്ഞ ആർക്കാ? ചേച്ചി സിമ്പിളാണ്. ആർക്ക്? നീ പറഞ്ഞ നീ പറഞ്ഞ വട്ട്. നിനക്ക് വട്ട്. എന്തോന്നാ കാണിക്കുന്നത്? വട്ടല്ലേ? നീ പറഞ്ഞ വട്ട്. അതിന്റെ വേറെ പറയാൻ. വട്ടിന്റെയാ? വട്ടിന്റെ അത് വെച്ചിട്ട് ഒന്ന് അവനെ തന്നെ കാണിച്ചു. അവനെ തന്നെ കാണിച്ചെന്നില്ല ചേച്ചി. ഇതിലും വലിയ എക്സാമ്പിൾ ചേച്ചിക്ക് ഭ്രാന്തന. വട്ടൻ. നീ പറഞ്ഞതാ വട്ടൻ. നീ പറഞ്ഞ വട്ടൻ. ഓക്കെ, അത്ര കറക്റ്റ് ആണേ. ഇതാ നീ പറഞ്ഞ വട്ടൻ. ഏകദേശം കറക്റ്റാ. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ഞാൻ പറയാ അത് മനസ്സിലാക്കാനുള്ള ഇത് വേണം. മനസ്സിലായോ? കുട്ടിമാമ നീ ഞെട്ടിമാമ. അത് എത്ര ഫേമസ് ഡയലോഗ്. എന്നിട്ട് നീ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ ഒരു കാര്യം കേട്ടിട്ട് കൂടില്ല നീ പറഞ്ഞ സാധനം. അതുകൊണ്ട് എനിക്ക് പാടായി. അമ്മയ്ക്കാണെങ്കിൽ ഒരു വക മനസ്സിലാണല്ലോ. വട്ടൻ വട്ടൻ ഞാൻ വട്ടൻ. മെയിൽ ആൻഡ് ഫീമെയിൽ വട്ടൻ. മനസ്സിലായോ? അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പോണല്ലേ. ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു. രണ്ടുപേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അയ്യോ, പറയിപ്പിച്ചു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ മമ്മി ആൻഡ് മീ ഷോയിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം. ഭയങ്കര രസമായിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞു. ചേട്ടന്റെ ആ കഥ ഒരിക്കലും മറക്കൂല. മിക്കവാറും തല്ലി കൊല്ലും മനു ചോദിച്ചു. ഞാൻ പറയും കണ്ടന പറഞ്ഞത്. രണ്ടും കൂടെ ഒരേ ടീഷർട്ട് ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ ശരി, അത് പറയൂല. വരുമ്പോ കണ്ടോട്ടെ. നമുക്ക് പറയണ്ടോ? വരുമ്പോ കണ്ടോട്ടെ. പുള്ളി പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു. പേടിയാവണം എനിക്ക്. ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സംഭവമായിട്ടൊക്കെ റിവ്യൂ ഒക്കെ പറഞ്ഞ ആൾക്കാരായിരിക്കും ഇങ്ങനെയൊക്കെ അതൊക്കെ വീട്ടിലെ ഓരോരോ കുഞ്ഞു കുഞ്ഞു
ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ അമ്മയും മോനും വളരെ സ്നേഹത്തോടെ തന്നെ ഇരിക്കുക. അടിപിടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിന്റെ രസത്തിലങ്ങ് പോവാ. റീൽസ് ഒക്കെ ഇനിയും ചെയ്യാം കേട്ടോ. അപ്പൊ കോണ്ടന്റ് ഒക്കെ ഇനിയും ഒരുപാട് വെറൈറ്റി ഒക്കെ ഇറക്കാൻ പറ അച്ഛനോട് അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓളെ, താങ്ക് യു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ, അങ്ങനെ കുറച്ചു നേരം അല്ലേ, നല്ല രസമായിരുന്നു. അപ്പൊ ഓക്കെ, ഒരുപാട് സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു സോ മച്ച്.